അതുകൊണ്ടല്ല റാംബ്ലിംഗ് മോളൂസ് നമ്മൾ ഇപ്പം മിങ്കിളായല്ലോ. ഹലോ ഗൈസ്, അതുകൊണ്ട് കുറച്ച് തുടങ്ങി. ഹലോ ഗൈസ്, വെൽക്കം ടു PWNJ പോഡ്കാസ്റ്റ്. ഞാൻ സിദ്ധാർത്ഥ്, ഇത് ഗോവിന്ദ്, അത് സാം, അവിടെ ഒരു സൂര്യ ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റ് ഇവിടെ നമുക്കുന്നുണ്ട്. അതെ, ബാക്കി നീ പറ. ആർക്കും അറിയാം. നല്ല ഗസ്റ്റ് ഉണ്ടോ? ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളതാണ് റാംബ്ലിംഗ് മോളൂസ്. റാംബ്ലിംഗ് മോളൂസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ പോഡ്കാസ്റ്റ്. അതെ അതെ, എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പോഡ്കാസ്റ്റ് ഞങ്ങളുടെ കഴിഞ്ഞിട്ട്. അതെ, കഴിഞ്ഞിട്ട്. ഓക്കെ, റാംബ്ലിംഗ് മോളൂസ് പറഞ്ഞോ. ക്യാമറ ക്യാമറ ഓണായി. ക്യാമറ ഇടക്കിടക്ക് നോക്കിയോ? ആൾക്കാർ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കണ്ണിലോട്ട് നോക്കി എന്തെങ്കിലും പറയണമെങ്കിൽ അവിടെ നോക്കിയാൽ മതി. അതെ, ബാക്കിയെല്ലാം ഞങ്ങളെ നോക്കി സംസാരിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റാംബ്ലിംഗ് മോളൂസ് ആരാണ് എന്താണെന്നൊക്കെ ആർക്കും അറിയില്ലല്ലോ. കുറെ പേർക്ക് അറിയാം. ഇൻട്രോ തന്നെ ഞാൻ പറയുന്നുണ്ട്. പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇപ്പം അറിയാവൂ. അതെ അതെ അതെ. അപ്പോൾ യൂട്യൂബിലുള്ള കുറച്ച് ഞങ്ങളുടെ ഓഡിയൻസ് ഉണ്ടല്ലോ, ഒരു 400 ചില്ലുവാനം സബ്സ്ക്രൈബേഴ്സ്, ആർക്കും കൂടെ ഒരു ഇത് കൊടുക്കണം ആരാണെന്ന്. എന്തായാലും റാംബ്ലിംഗ് മോളൂസ് ഹിറ്റാണ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് ഹിറ്റാവുന്നതിന് മുമ്പ് ഞങ്ങൾ വിളിച്ച് ഇതിനകം കയറ്റിയത്. അപ്പം ആ ഒരു കുറച്ച് ഇതിനകത്തോടെ എന്തുകൊണ്ട് ഇവൻ അങ്ങനെ പറയുന്നു എന്ന് പറയാൻ വേണ്ടി റാംബ്ലിംഗ് മോളൂസ് എന്താ ചെയ്യുന്നത്? റാംബ്ലിംഗ് മോളൂസ് കൊച്ചിക്കാരി. എൻ്റെ പേര് ശ്രീലക്ഷ്മി. കോവിഡ് ആയപ്പോൾ, ലോക്ക്ഡൗൺ ആയപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ കുറേ നാളായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോഡ്കാസ്റ്റ് എന്താ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത്രയൊക്കെ തന്നെ. പ്രത്യേകിച്ച് ജോണർ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ കോമഡിയാണ്, എഡിറ്റിംഗ് ഒക്കെ സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വയം പഠിച്ച് ചെയ്യുന്നതാണ്. വേറെ ഏത് കണ്ടിട്ടാ ഇങ്ങനെ തുടങ്ങാൻ? ശരിക്കും ലോക്ക്ഡൗണിലാണ് തുടങ്ങി. അതെ, ലോക്ക്ഡൗണിലാണ്. അല്ല, എനിക്ക് നേരത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറയും നിൻ്റെ വോയിസ് നല്ലതാണ്, നീ ട്രൈ ചെയ്ത് നോക്കുക, നീ സംസാരിക്കാൻ നല്ലതാണെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാനങ്ങനെ സമയമില്ല, അയ്യോ ഭയങ്കര തിരക്കെന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കൊല്ലമായപ്പോൾ പിന്നെ പണിയൊന്നുമില്ല, അവരൊക്കെ ട്രൈ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫ്രണ്ട്സ് വന്ന് കമൻറ്റ് ചെയ്യും, യു ഡു എ സ്റ്റാൻഡപ്പ്, വി വിൽ ഓൾ കം ഫോർ ഷുവർ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, വൈ ഡോണ്ട് ഐ ട്രൈ സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെയാണ് പോഡ്കാസ്റ്റിലേക്ക് വന്നത്. എഡിറ്റിംഗ് ഒക്കെ സ്വയം പഠിച്ച് തുടങ്ങി ഇത്രേ ഉള്ളൂ. പിന്നെ എല്ലാ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനും പോഡ്കാസ്റ്റ് ഉണ്ട്, മെയിൻ അല്ലേ? ഉണ്ട്. ഞാൻ കണ്ടത് ഗിൽറ്റി ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോഡ്കാസ്റ്റ് ഉണ്ട്, ലണ്ടൻ ആക്ച്വലി. അവർക്ക് വീഡിയോ ഉണ്ടോ? വീഡിയോ അല്ല, അവർ ഓഡിയോ പ്ലാറ്റ്ഫോമാണ്. കെനി സെബാസ്റ്റ്യൻ ഒക്കെ ഉണ്ടോ? കെനി സെബാസ്റ്റ്യൻ ഉണ്ട്. കെനി സെബാസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യയിലുള്ള മെയിൻ കൊമേഡിയൻസ് എല്ലാവർക്കും ഉണ്ട്. എത്ര ഓഡിയൻസ് ഉണ്ട് ഇപ്പൊ? അല്ല, അങ്ങനെ നമ്പർ പറയണ്ട. അറിയാത്ത ആൾക്കാർ കേൾക്കാറുണ്ടോ? അറിയാത്ത ആൾക്കാർ എന്നിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് ഈ ആങ്കർ ആപ്പില് വോയിസ് നോട്ട് അയക്കും അവര്. എന്ത് പറയുന്നവര്? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ വോയിസ് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു വട്ടം നമ്മൾ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ പോയതാ, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ. അല്ല, അവരൊക്കെ എങ്ങനെ കണ്ടു? അല്ല, കേട്ടു. എനിക്കറിയത്തില്ല. ആങ്കർ ആപ്പിൽ നിന്ന് എനിക്ക് ഒരുപാട് വോയിസ് നോട്ട്സ് ഒക്കെ വരും. ഇത് കേട്ടിട്ട് കമന്റ്സ് പോലെ വോയിസ് നോട്ട്സ് ഒക്കെ വരും. അടിപൊളിയാണ് പോഡ്കാസ്റ്റ്. പിന്നെ കുറെ പേര് ഫേവറേറ്റ് ആക്കിയിട്ടുണ്ട് പോഡ്കാസ്റ്റ് എന്നൊക്കെ ഉള്ള ഇതൊക്കെ വരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് പറയും ഇങ്ങനെ. സൂപ്പർ. വീഡിയോ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് കയറും കേട്ടോ. പക്ഷേ പോഡ്കാസ്റ്റ് ഭയങ്കര വലിയ സംഭവം ആവാൻ പോവാ കുറച്ച് നാളുകൾക്കുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ. Even I feel the same. അതെ. That's why I started. Like I know this is the next thing. Next big thing is podcast for sure. Even podcast awards ഒക്കെ ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ they have award ceremony for podcast. സ്ട്രീമി അവാർഡ്സ്. ഈ ഇപ്പോൾ ഉള്ള മെയിൻ യൂട്യൂബേഴ്സ് എല്ലാം പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ പോവല്ലേ. പുതിയ കേബിൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ പുതിയ റേഡിയോ പോഡ്കാസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞു വന്നത്. ആരൊക്കെയോ എവിടേക്കൊക്കെയോ പറഞ്ഞത്. അതെ, ഇപ്പൊ നമ്മളും പറഞ്ഞു. 2020 വളരെയധികം സംഭവബഹുലമായ കുറെ കാര്യങ്ങൾ സംഭവിച്ച ഒരു വർഷമാണ്. ശരിക്കും ഒരു ഡ്രാമാറ്റിക് തുടക്കമായിരുന്നു. ഈ 2019 ഡിസംബറിൽ എന്തുവായിരുന്നു, ഈ കാലിഫോർണിയ വൈൽഡ് ഫയർ ഒക്കെ വന്ന് സിറ്റി മൊത്തം റെഡായി. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ടിക്ടോക്കേഴ്സ്, പേട്ട് പിള്ളേർ, നിനക്ക് അപ്പോഴേ ഇനി അങ്ങനെ പറ, ടിക്ടോക്കേഴ്സ് പേട്ട് പിള്ളേരാണെന്ന് പറ. ഇനി അവരും കൂടെ വന്നു അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളു. ഇവനെ ഫോണിൽ വിളിച്ചിട്ട് കൊല്ലുന്നൊക്കെ പറഞ്ഞു. ഇവനെ ഫോണിൽ എന്റെ നമ്പർ കിട്ടാത്ത കാരണം ഇവന്റെ നമ്പർ വിളിച്ച് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. MJ ഫാൻ. കൊല്ലുമെന്ന് പറഞ്ഞില്ല, വീട്ടുകാരെ അടിക്കുമെന്നല്ലേ പറഞ്ഞോളൂ. കൊല്ലുമെന്ന് പറയാൻ വേറെ ആൾക്കാർ പറഞ്ഞു, വേറെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നെ കൈ കിട്ടി ഞാൻ കൊല്ലുവാണ്. എനിക്കറിയുന്ന റെക്കോർഡ് ചെയ്യണം. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു, എന്നിട്ട് അവൻ അത് എഡിറ്റ് ചെയ്ത് എന്റെ ശബ്ദം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവൻ പറഞ്ഞ മാസ് ഡയലോഗ് മാത്രം ഇട്ടിട്ട്
ടിക്ടോക്ക് BGM ഇട്ട് അടിപൊളി. മറ്റേ സെറ്റാക്ക് പവർ വരട്ടെ അതൊക്കെ ഇട്ട് പൊളിച്ച് അതിനവന് കുറെ വ്യൂവും കിട്ടി, കുറെ ആൾക്കാരിലോട്ട് എത്തിച്ചു അവനത്. 50,000 പേര്. അതല്ലേ അപ്പൊ 2020 പക്ഷെ മെയിൻ ഇതൊക്കെ പറഞ്ഞാലേ മെയിൻ നമ്മൾ കൊറോണ നമ്മളുടെ സൊസൈറ്റിയിൽ വരുത്തിയ മാറ്റങ്ങൾ ആരുടെയും മുഖം പോലും കാണാൻ പറ്റത്തില്ല നമുക്ക്, ആരെയും സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല, സ്ട്രേഞ്ചേഴ്സിനെ തൊടാൻ പറ്റത്തില്ല, കൈയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നീ എന്തിനു തൊടണം? പുതിയതായിട്ട് പരിചയപ്പെടുമ്പോ എങ്ങനെയാ പിന്നെ തൊടണ്ടേ? ഒരു കണക്കിന് നല്ലല്ലേടാ, കൈയിട്ടല്ലോ ബോബുടി തൊട്ടാലേ പരിചയപ്പെടണം. ഹാൻഡ് ഷേക്ക് ആണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര ചേഞ്ച് അല്ലേ അത്. എല്ലാരും മറ്റേ ടിൻഡർ ബംബിളൊക്കെ ഉപയോഗിക്കുന്ന കൂടി എന്ന് ഞാൻ ഇതിൽ ഉറപ്പല്ലേ? എത്രയോ കുറെ പേര് പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പോഡ്കാസ്റ്റുകളുടെ എണ്ണം കൂടി. ഇൻട്രോവേർട്സിന് കുറച്ചും കൂടെ ഇൻട്രോവേർട്സിന് ഇൻട്രോവേർട്സ് വളരെ ഹാപ്പി ആണെന്ന് തോന്നുന്നു. ഹാപ്പിയാണ്. സ്വർഗം കിട്ടിയ സന്തോഷം. ഐ എം ആൻ എക്സ്ട്രോവേർട്ട്, ഐ തിങ്ക് ഐ എം ആംബിവേർട്ട് മേ ബി. പക്ഷെ ഇപ്പൊ ഈ മാസ്ക് വന്നപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയും, ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യണ ആളാണ്. അല്ലല്ല മാസ്ക് ഒക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും മുഖം കാണിക്കുക, ആരും കാണില്ല. അതുപോലെ ബസ്സിൽ കയറി ഇരുന്ന് എല്ലാ പാട്ടും ഉറക്കെ പാടാം, പുറത്തേക്ക് നോക്കി ഇരുന്ന്. അധികം ആളുകളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ബസ്സിലൊക്കെ കയറി ഇരുന്നപ്പോ ഫുൾ പാട്ട് പാടലാണ്. മറ്റേതെന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടോ നല്ല പാട്ടൊക്കെ വരുമ്പോ കൂടെ പാടിയിട്ട് ആരെങ്കിലും കാണുമ്പോൾ സോറി. ഇപ്പൊ എന്ന് വെച്ചാൽ ഫുൾ ഇപ്പൊ ഇരുന്ന് പാടാം. പിന്നെ നടന്നു പോകുമ്പോ ഞാൻ പാട്ട് പാടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ എന്താണെങ്കിലും കാണിക്കാമല്ലോ, എന്ത് തോന്നുന്ന ഇതിന്റെ ഉള്ളിൽ കാണിക്കാം. അതെ അതെ. പക്ഷെ ശരിക്കും മാസ്ക് എടുത്തിട്ടൊന്നും നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നില്ലേ? അത് ഇപ്പോഴും മാസ്കും വെച്ച് പാട്ട് പാടി നടന്നാൽ മതി. അത് നാട്ടിൽ കൂടി ആഗ്രഹം തോന്നുന്നു വെച്ചാൽ ചില ദിവസമൊക്കെ ഞാൻ ഇറങ്ങി ജംഗ്ഷൻ വരെ ചെല്ലുമ്പോഴേ ഓർക്കണേ മാസ്ക് വെച്ചില്ല, എന്ന് തിരിച്ചു ഓടും വീട്ടിലേക്ക്. അപ്പൊ അതൊക്കെ ഇപ്പൊ നടക്കണ്ട്, അബദ്ധവശാൽ ഇങ്ങനെയൊക്കെ നടന്നൊക്കെ പോകണൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മാസ്ക് ഇല്ലാത്തപ്പോ ഇറ്റ്സ് ലൈക്ക് പാർട്ട് ഓഫ് യുവർ ലൈക്ക് ഒരു ക്ലോത്തിങ്ങിന്റെ പോലെ ഒരു ഇതായി നമുക്ക്. ഇറങ്ങുമ്പോ തന്നെ എന്തോ പോലെ ആയി ഇപ്പൊ ട്രെൻഡ് അനുസരിച്ച്. നിന്റെ മാസ്ക് ഉള്ളതല്ല മണി സാധനങ്ങൾ ആരെങ്കിലും ഓർത്തോടോ, പണ്ട് നമ്മള് ഈ ഷർട്ടും ഇതൊക്കെ അല്ലേ മണത്തിട്ട് ഇട്ടോണ്ടിരുന്നത്, ആരെങ്കിലും എടുത്ത കഴിഞ്ഞ വർഷം. ഇപ്പൊ മാസ്ക് മണത്ത് നോക്കിയിട്ട് ഇത് കഴിയിട്ടില്ല, മാറ്റി വെച്ച് അടുത്തെടുത്ത് ഷഡ്ഡി മണത്ത് ഇട്ടോണ്ടിരുന്നവര് അത് നീ പിന്നല്ല. പറഞ്ഞോ മോൻ പറഞ്ഞു. ജാനുവരി എനിക്ക് ആദ്യം ഓർമ്മ മറ്റേ മരട് ഫ്ലാറ്റ് പൊളിച്ചതും സൗബിൻ ഷഹീറിന് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതിനകത്തില്ലേ. കക്കൂസിന്റെ ബാക്കി ഇരുന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സൂപ്പർ കോമഡിയാണ്. അങ്ങനെ സംഭവമായാണ് തുടങ്ങിയത്. അത് പൊളിഞ്ഞ് വീണപ്പോഴേ എല്ലാരും TV ഒക്കെ ഓണാക്കി കൗണ്ട് ഡൗൺ വെയിറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായത് ഇതെന്തുവായിരുന്നു ഇത്ര ഭയങ്കര സംഭവം. എല്ലാരും ആദ്യമായിട്ടല്ലടാ കേരളത്തില് ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നത്. മറ്റേ പടത്തിലില്ലേ നാടോടി മന്നനോ അല്ലേ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. പൂഴത്തിലുണ്ട്, രണ്ടും കൂറപ്പടമാണ്. നാടോടി മന്നൻ ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് എങ്ങനെ അങ്ങനായിരുന്നു? അതിനകത്ത് ക്ലൈമാക്സിൽ ഇതുപോലെ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് അതിന്റെ ഉള്ളിൽ വില്ലനെ കൊന്ന് നൈസായിട്ട് ദിലീപ് പുറത്തേക്ക് വരും. മന്നൻ മന്നൻ നാടോടി മന്നൻ. അതുപോലത്തെ കുറെ സാധനം ഉണ്ടായിരുന്നു. നാടോടി മന്നൻ, സെയിം സാധനം. കുറച്ചൊരു ആക്സിഡന്റ് സീൻ ഉണ്ട്. മറ്റേ കാർ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് അമ്മ തെറിച്ചു പോയി മറ്റേ മൈൽ സ്റ്റോണിൽ ചെന്ന് ഇടിച്ചു. അതുപോലെ വേറൊരു പടം ഉണ്ടല്ലോ, ദിലീപേട്ടൻ ഫാൻസ് ലോഡിങ്. ഞാൻ ഫാനാണോന്ന് കൊറേ പടങ്ങളൊക്കെ ഭയങ്കര ദിലീപേട്ടൻ ഫാൻസ് വന്ന് നമ്മളെ തെറി വിളിക്കും. നാടോടി മനം തെറിവിളിച്ചെന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് ഒന്നും ചെയ്യില്ല. അമ്മമാർക്ക് അറിയാതെ ഇത് കൂറപ്പടമാണെന്ന്. കാരണം നമ്മൾ ദിലീപ് ഫാൻസ് ആണ്. നല്ല പടങ്ങൾ എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട് ഓഫ് ദി ചൈൽഡ്ഹുഡിലാണ് കുറെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ കല്യാണരാമൻ എന്നൊക്കെ പറയണ പടമൊക്കെ. അങ്ങനെ എനിക്ക് പക്ഷേ ഓർമ്മ കൊറോണ അല്ലാതെ ഓർമ്മ ഈ വേൾഡ് വാർ 3 അതാരായിരിക്കും? അതൊക്കെ അതാണ് 2000-ന്റെ തുടക്കത്തിൽ ആലോചിച്ച കാര്യം. ആ ടൈമില് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. വേൾഡ് വാർ തുടങ്ങുമ്പോൾ ആദ്യം ഇറാഖ് അമേരിക്ക പോകുമ്പോ അപ്പം പാകിസ്ഥാനും ചൈന ഒറ്റക്കെട്ടാവും. അപ്പൊ ഇന്ത്യയുടെ കൂടെ ആരാണ്? ഇന്ത്യയുടെ കൂടെ റഷ്യയുണ്ട്, ഇസ്രായേലുണ്ട്. അങ്ങനെയൊക്കെ കുറെ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി. അതായിരുന്നു ഡിസ്കഷൻ മാർച്ച് വരെ. അത് കഴിഞ്ഞ് കൊറോണ വന്ന് പെട്ടെന്നായിരുന്നു കൊറോണ വന്ന്. ജാനുവരിയിലാണ് ബിഗ് ബ്രദർ റിലീസായത്. നീ കണ്ടായിരുന്നു ആ സിനിമ? തിയേറ്ററിൽ പോയാ കണ്ടെന്ന് തോന്നുന്നല്ലോ. തിയേറ്ററിൽ പോയാ കണ്ടെന്ന് തോന്നുന്നല്ലോ. എക്സ്മെന്റിന്റെ കൂടെ നിൽക്കുന്ന സാധനമാണല്ലേ? സത്യം സെയിം ലെവല്, വേറെ ലെവൽ സാധനം. കണ്ടില്ല, കാണാൻ മനക്കെട്ടില്ല. എനിക്കറിയായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ കണ്ണ് തിളങ്ങുന്നുണ്ടപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ട്. അല്ല എന്താ പ്രശ്നം? പരിണാമ തിയറികളെ വെല്ലുന്ന ഞാൻ കണ്ടില്ല. തിയറി കൊണ്ടാണ്. എടാ യാതൊരു വികാരം ഇല്ലാത്ത ഏട്ടനാണ് അതിനകത്തുള്ളത്. സത്യം.
പിന്നെ എന്താണ് സത്യമാണോ ഇങ്ങനെ പുള്ളി ബോട്ടോക്സ് ചെയ്ത പിന്നെ എക്സ്പ്രഷൻ ഒക്കെ പുള്ളിക്ക് ഏട്ടൻ ഫാൻസ് ലോഡിങ്. അല്ല നോ കൊറേ അങ്ങനത്തെ നോ പോസ്റ്റ് വരുന്നുണ്ട്. നോ കമന്റ്സ്. ഇല്ല ഞാൻ കട്ട ഏട്ടൻ ഫാനാണ്. എനിക്ക് പറയാം, എന്റെ ഏട്ടൻ പോയി, എന്റെ ഏട്ടൻ മരിച്ചു. നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞൂടാ. പണ്ടൊക്കെ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. ലൂസിഫർ സൂപ്പർ അല്ലായിരുന്നു? ലൂസിഫറിന് താടിയൊക്കെ ഒരു അടി കിട്ടി കഴിയുമ്പോ ഇങ്ങനെ ചിരിക്കത്തില്ലേ? ലൂസിഫറിനകത്ത് വേറൊരു കാര്യമുണ്ട്, ബ്ലിങ്ക് ചെയ്തിട്ടില്ല മോഹൻലാലിനകത്ത്. അത് മനഃപൂർവ്വം ചെയ്തതാണ്. അത് മനഃപൂർവ്വം പൃഥ്വിരാജ് ചെയ്തതാണ്. പറഞ്ഞു ചെയ്യിപ്പിച്ചത്. ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. ഒരു സീനിൽ പോലും ബ്ലിങ്ക് ചെയ്യുന്നില്ല. ഇല്ലേ? ഓ അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞു സിനിമ മൊത്തം. പൃഥ്വിരാജ് അതില് ലാലേട്ടൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ആ ഒരൊറ്റ സംഭവമാണ്, ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല. അല്ലല്ല, മറ്റേ ചരിച്ചു വെക്കണം എന്നുള്ള സാധനം വെക്കുന്നത് ബ്ലിങ്ക് ചെയ്യാൻ. ആണോ? അപ്പൊ ഒന്നുകൂടെ കാണണമല്ലോ. അങ്ങനെ ഒരു സാധനമുണ്ട്. ലൂസിഫർ പൊളിച്ചു, അടിപൊളിയാണ്. പക്ഷേ അത് 2020 എന്നുള്ളതാണ്. നമ്മള് ഫെബ്രുവരി അല്ലേ നിക്കണേ? അതെ ഓ ഫെബ്രുവരിയിൽ എന്തായിരുന്നു സംഭവം? എല്ലാ വർഷത്തെയും പോലെ ഒറ്റയ്ക്ക് ഒരു വാലന്റൈൻസ് ഡേ കഴിഞ്ഞു പോയി. എന്തിനടാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കണം? എന്തിനടാ? പക്ഷെ സൊമാറ്റോയില് ഓഫറൊക്കെ എടുത്തു, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. ബിഗ് ബോസ് എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. രയത്തണ്ണൻ ഉയർന്നു വന്ന മാസമാണ് രജിത് ആർമി ലോഡിങ്. അതെ. ഇപ്പൊ ആർമി ഒന്നുമില്ല, ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല പുള്ളിയെ. അല്ല അതൊക്കെ അയാള് സീരിയൽ അഭിനയിക്കാൻ തുടങ്ങി. ആണോ? ഞാൻ ഒരു എപ്പിസോഡ് ഇടയ്ക്ക് ഏതൊരു മറ്റേ കൃഷ്ണപ്രഭയായിട്ട് എന്തോ അതല്ലേ തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണപ്രഭയായിട്ടൊക്കെ ഒരു സീരിയൽ തുടങ്ങിയിട്ടുണ്ട് പുള്ളി. മറ്റേ പഴയ ഒരു സാധനത്തിന്റെ ഇതാണ്, റീബൂട്ട്. റീബൂട്ടാണ്. പമ്പരമാണോ? അല്ല, ജഗദീഷും മഞ്ജു പിള്ളയും കൂടെ ചെയ്തോണ്ടിരുന്ന. കൈരളിയിലല്ലേ അത് തന്നെ, ചില കുടുംബ ചിത്രങ്ങൾ. വീണ്ടും ചില വീട്ടുകാരെ അങ്ങനെ എന്തോ. അഭിനയിക്കാൻ അറിയോ? ബിഗ് ബോസ് ആണ്, എല്ലാരും പുച്ഛിക്കും. നീയൊക്കെ രജിത് ആർമി ആയിരുന്നു. ഞാൻ തുടക്കത്തിൽ എനിക്ക് രജിത് സാറിന് ഇഷ്ടമായിരുന്നു. പക്ഷെ കാണുമെന്ന് പറഞ്ഞാൽ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചേ, അത് കാണുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, ആ ഷോ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ തന്നെ കാണും. അങ്ങനത്തെ കുറെ ഷോ ഇല്ലേ ഇങ്ങനെ, നമുക്ക് ദേശീയ അവരെ ഇങ്ങനെ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്, എന്നിട്ട് നമ്മളെല്ലാരും കാണും. രസമല്ലേ വേറെ ലൈഫ്? ആണ്, ഞാൻ കാണുമായിരുന്നു. ഹ്യൂമൻ സൈക്കോളജി, നമുക്കത് ഇഷ്ടം അത് കാണാൻ. ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ എത്ര സീസണാ ഇപ്പോഴും ഹിറ്റാ. നിർത്താനേ പറ്റണല്ലോ. സൽമാൻ ഖാന് നിർത്താൻ പറ്റാത്ത അവസ്ഥ. ലാഭം തമിഴിലും ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. തമിഴിൽ നടക്കുന്നു. കമൽഹാസൻ അല്ലേ? കമൽഹാസൻ. പക്ഷെ ലാലേട്ടൻ എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ ഇത്രയും വലിയ സെലിബ്രിറ്റീസിനെ വിളിക്കുന്നത്. കാരണം ഇത് ഒരുമാതിരി കുറച്ച്. ശ്രീലക്ഷ്മി വിളിച്ചാല് പോവോ ബിഗ് ബോസിൽ ഇല്ല ജീവിക്കാൻ? നീ പോവോ? ഞാൻ പോകത്തില്ല. പക്ഷെ എത്ര രൂപ ഒരു ദിവസം 3 ലക്ഷം രൂപ തരാൻ പറഞ്ഞാൽ പോകത്തില്ല. ഞാൻ പോവും. എന്താ കുഴപ്പം? ചുമ്മാ പോയി അവിടെ ജീവിച്ചാ ഒരാഴ്ച ചുമ്മാ പോയി ജീവിച്ച കഴിഞ്ഞ സീസണിലല്ലേ സൂരജ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായി. ചുമ്മാ ജീവിച്ചതിന് പുള്ളി എന്തൊക്കെ കേട്ടു. പുള്ളിയുടെ അടുത്ത് പറയണേ ബിഗ് ബോസ് കാണുന്നതൊക്കെ ഒരു ഓക്കെയാണ്, വലിയ സംഭവമാണ്. പക്ഷെ വീട്ടിൽ പോയിരുന്ന ബിഗ് ബോസ് കാണുന്നത് എന്ന് പറയണത്, അതായത് പുള്ളി വെറുതെ അവിടെ ഇരുന്ന് എല്ലാരും വഴക്കൂട്ടനൊക്കെ കണ്ടോണ്ടിരിക്കുക, ടി വി ഇരുന്ന് കാണുന്ന പോലെ തന്നെ വീട്ടിലിരുന്ന് കണ്ടോണ്ടിരിക്കുക. സൂരജ് അപ്പൊ വെറുതെ ഇരുന്നാലും അതിന് ട്രോൾ കിട്ടും. പുള്ളിക്ക് എന്തോരം ട്രോൾ കിട്ടി അതും പറഞ്ഞോണ്ട്. പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോ നമ്മൾ എന്ത് ചെയ്താലും പുറത്ത് ആൾക്കാർ ഇന്ന് വെറുക്കുമായിരിക്കും. നമുക്കറിയത്തില്ലല്ലോ നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന്. ചിലപ്പം പുറത്തിറങ്ങുമ്പോ ആർമി ഈ പറഞ്ഞ പോലെ മുട്ടയെ കയറി ഇത് പുറത്തിറക്കും. അതിനകത്തിരുന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മള് സത്യം പറഞ്ഞ പുറത്ത് നമ്മൾ ഹേറ്റ് ചെയ്യുവാണോ അതോ നമ്മൾ ഇഷ്ടപ്പെടുവാണോ. നമ്മൾ പുറത്തിറങ്ങിയപ്പോ കുറെ പേര് ആർമിയൊക്കെ ഇട്ട് നമ്മളെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യാതെ ചുമ്മാ ചാരി ഇരിക്കുമ്പോ ആൾക്കാര് ടിവിയിൽ കണ്ട് നിൽക്കുന്നില്ല അങ്ങനെ പറയായിരിക്കും. അത് ലക്ഷക്കണക്കിന് ആൾക്കാര്. ഈ സൂരജിന്റെ ഞാൻ കണ്ടെന്നറിയോ, ജസ്ല എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ലേ, ജസ്ല മാടശ്ശേരി. ഇപ്പുറത്ത് വേറെ ആരോ ഇരിപ്പുണ്ട്. അപ്പൊ ജസ്ല എന്തോ വിഷമം വന്നിട്ട് അയാളെ ഹഗ് ചെയ്തിട്ട് സൂരജ് ഇവിടെ ഇരിക്കുക. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ വന്നപ്പോ സൂരജ് ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിരുന്നു. എന്റെ ദൈവമേ, അത് കണ്ടാ. ഈ ബിഗ് ബോസിൽ പോയ ആദ്യത്തെ 2 ദിവസം ചിലപ്പോ നമ്മൾ അവയർ ആയിരിക്കും. എല്ലായിടത്തും ക്യാമറ ഉണ്ട്, ഞാൻ എന്റെ ബെസ്റ്റ് സെൽഫ് ആയിരിക്കണം, എന്റെ കൂടെ സ്വഭാവം ഞാൻ പുറത്തെടുക്കത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ 3-ാമത്തെ ദിവസം നമ്മൾ മറക്കും. പതുക്കെ ക്യാമറ ഉള്ളവരും മറക്കും. 4-ാമത്തെ ദിവസം സ്വഭാവങ്ങളൊക്കെ പുറത്തുവരാൻ ശരിയാ. അവര് എനിക്ക് പക്ഷെ ബിഗ് ബോസിന് വേണമെങ്കിൽ ഒരാളെ നല്ല പാട്ടും കാണിക്കാം, ചീത്ത പാട്ടും കാണിക്കാം. അങ്ങനെ കാണിച്ചു അവർക്ക് തന്നെ ഏത് ഭാഗമാണോ കാണിക്കാന്ന് രീതി അങ്ങനെ പറയുന്നുണ്ട്. ഏത് നമ്മള് ചെയ്ത കാര്യങ്ങളില് ഏതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, ഏതൊക്കെ വരുന്നില്ല. വ്യൂ കിട്ടുന്നതനുസരിച്ച് മാത്രം അവർ എഡിറ്റ് ചെയ്തിടും. അങ്ങനെ ചെയ്യും. അതെ. രജിത് സാറ് അവിടുത്തെ പാൻഡമിക് കാരണം നിർത്തി തിരിച്ച് ഫ്ലൈറ്റിൽ
എയർപോർട്ടിൽ വന്നിട്ടുള്ള എന്റെ സീൻ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ പേര് എന്റെ ഫ്രണ്ട്സിൽ കുറെ പേരൊക്കെ പോയിരുന്നു. കൊറോണ മൂത്തിരിക്കുന്ന സമയമാണ്. എന്റെ ഫ്രണ്ടോ ഫ്രണ്ട്സ് കുറെ പേര് രജിത് ആർമി ആയിരുന്നവര് പോയി. അല്ല ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യം ചോദിച്ചത്. പറഞ്ഞ് മനസ്സിലായിക്കൂടായിരുന്നു. അന്ന് കൊറോണ ഭയങ്കര സീനായിടുന്ന സമയല്ലേ ആ സമയത്തല്ലേ? ഇപ്പോഴാണ് കൊറോണ ഭയങ്കര സീൻ. എല്ലാവരും ഇറങ്ങി നടക്കുന്നില്ലേ? അല്ല അന്നെല്ലാരും വലിയൊരു ഇത് ഉണ്ടാവാൻ പോവാണ്. പണ്ട് ഓർക്കണ്ട 30 പേർക്ക് സ്ഥിരീകരിച്ചു. പോലീസ് അടിച്ചകത്ത് 6000 വരും എന്നൊക്കെ ഉള്ള. മറ്റേ അടൂര് ഒരു ചെറുക്കം പഴമാക്കി ഇറങ്ങി ഓർമ്മയുണ്ട്. കാർ എടുത്തോണ്ട് പോയതാണോ? അവനെ അവനെ കളിയാക്കലടാ പാവം ചെറുക്കൻ. പേടിച്ചു. ഞാനായിരുന്നെങ്കിൽ അവൻ ആരും ഇല്ലാത്ത റോഡിൽ കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് അവൻ ഇറങ്ങിയത്. അത് അവൻ കാരണത്തല്ലായിരുന്ന വേറെ ആരുമായിട്ടും ഇന്ററാക്ട് അടുത്ത് കാണൂടാ ജീവിതം. അവനെടുത്ത് അവന്റെ ഊപ്പാട് വരുത്തി ആ പോലീസുകാരൻ. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തുവാണ് എല്ലാ ആൾക്കാരും മാസ്ക് പോലും വെക്കാതെ പുറത്തിറങ്ങിയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു കിലോ പഴം ആ സമയത്ത് അവർ യൂട്യൂബ് ചാനൽ അതിനേക്കാളും വേറൊരു മറ്റേ ഫ്ലഡ് വന്ന സമയത്ത് ഒരു ഹെലികോപ്റ്ററിന്റെ കൈ കാണിച്ചിട്ട് കയറിപ്പോയില്ലേ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കി ചെങ്ങന്നൂരിന്നങ്ങടെ കയറി ഇൻസുലിൻ വാങ്ങാൻ പോയത് ജംഗ്ഷനിലൂടെ മെഡിക്കൽ സ്റ്റോറിലോട്ട് നടന്നു പോയപ്പോ ഹെലികോപ്റ്റർ വന്നു ടാറ്റ കാണിച്ച് അവര് മറ്റേ കയറൊക്കെ ഇട്ടിറക്കി എടാ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ ചുമ്മാ നമ്മളെ ഫണ്ട് കാണിക്കത്തില്ല ചേട്ടെ. നോക്കിപ്പോ ഇറങ്ങി ഇങ്ങ് വന്നിരിക്കുന്നു. വരാൻ പറഞ്ഞപ്പോ പിന്നെ പോവാതെ അവൻ കയറി. അവത് പറയാൻ ചെയ്തു. എങ്ങനെ കൈ കാണിച്ചപ്പോ അവരിട്ടപ്പോ ഞാൻ കയറി മോളിൽ ചെന്നപ്പം പിന്നെ ഞാൻ കാണുന്ന തിരുവനന്തപുരം എയർപോർട്ടാണ്. ഇവിടെ കൊണ്ടിറക്കി സഞ്ചിയൊക്കെ പിടിച്ച് ബക്കറ്റും സോപ്പും അവിടെ കിട്ടിയ ഫ്രീ ആയുള്ള സാധനമൊക്കെ ആയിട്ട് വീട്ടിൽ. എന്നിട്ട് ഇവിടെ ഏതൊരു ബന്ധുവിനെ വിളിച്ച് ബന്ധുവിന്റെ വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ചാൾ ഇവിടെ ആയിരുന്നു, ഒരാഴ്ച ഇവിടെ. പക്ഷേ ഫ്രീ ഹെലികോപ്റ്റർ റൈഡ് എന്നൊക്കെ പറയുന്നത് അതെ അതെ അല്ലേ? അയ്യോ അത് മാരാ കോമഡി ആയിരുന്നു. അയ്യോ അത് വെള്ളപ്പൊക്കം അതേത് വർഷം? അത് കഴിഞ്ഞ വർഷമല്ലേ? കഴിഞ്ഞ വർഷം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. അതാണ് ഈ വർഷത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പല പല കാര്യമായിട്ട് കണക്ട് ചെയ്ത് കയറി പോകും. ഇപ്രാവശ്യം ഐ വാസ് ലൈക്ക് ഒരു ജൂണൊക്കെ ആയപ്പോൾ ഈ കൊറോണ ഒന്ന് തീരുന്നെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ഫോക്കസ് ചെയ്യായിരുന്നു. കാരണം പുഴയുടെ അടുത്താണ്. എനിക്ക് ഇതൊന്ന് സൈഡായിട്ട് വേണം ഇതിലേക്കൊന്ന് ഡ്രസ്സൊക്കെ ചാക്കൊക്കെ കെട്ടി മുകളിലേക്ക് എറിഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ 5.5 അടി വെള്ളം കയറി. വീട് പറവൂരടുത്താണല്ലോ. അപ്പൊ എന്റെ വീടിന് മുമ്പിൽ ഒരു പുഴയുണ്ട്. പണ്ടൊക്കെ വീടിന് മുമ്പിൽ പുഴ ലൈക് പ്രകൃതി ഭംഗിയൊക്കെ ആയിരുന്നു. ഇപ്പൊ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം അയ്യോ കണ്ടോ അതായിപ്പോ അവിടുന്ന് അപ്പൊ തന്നെ മാറിയോ? അല്ല ഞങ്ങള് വെള്ളം കേറി വരണുണ്ടെങ്കിയപ്പോഴേക്കും റോഡ് കുറച്ച് പൊക്കമുള്ള റോഡാ. മുട്ടുവരെ പൊങ്ങുന്നവരെ കാണാൻ നല്ല രസമല്ലേ? നോക്കിയപ്പോ ഇറങ്ങുമ്പോ പേപ്പർ ഇവിടേക്ക് കേറിയിട്ട് മീനൊക്കെ ഓടണം. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ ഇനി ഇവിടെ നിന്നാ നമുക്ക് മീനൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ച് സെറ്റപ്പ്. അച്ഛന് പോകണ്ടെന്നുള്ള ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല മുകളിലേക്ക് കയറാന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തായാലും പോയി പറ്റും. ഞങ്ങളെല്ലാവരും എൻ്റെ വീടിനടുത്ത് ഞങ്ങളുടെ എല്ലാവരും കൂട്ട് ഫാമിലി ആയിട്ടാണ്. എൻ്റെ വീട് തറവാട് അങ്ങനെ വലിയച്ഛന്മാരൊക്കെ അടുത്താ. ഞങ്ങളെല്ലാവരും കൂടി റോട്ടിലേക്ക് പോയി നിന്ന്. അപ്പൊ അവിടെ നിന്ന് വഞ്ചികൾ വരണുണ്ടായി. ആ വഞ്ചിയിൽ കയറി രക്ഷപ്പെട്ടു. റോട്ടിൽ കൂടി ഞങ്ങൾ വഞ്ചിയിൽ പോയി. സാധനങ്ങളൊക്കെ മിസ്സായി എന്തെങ്കിലും? ഒന്നും പോയില്ല, എല്ലാം മാറ്റി. ഞങ്ങൾ കുറെ ടൈം കിട്ടി. കാരണം കയറി വരാനായിട്ട് കുറെ പെട്ടെന്ന് കയറി വരലായിരുന്നില്ല. തട്ടായിട്ട് മുകളിലാണ് വീട്. അപ്പൊ കയറി വരണ കണ്ടപ്പോഴേ നമ്മളെല്ലാം മാറ്റി. 2009 ഇപ്പൊ വി ആർ പ്രോ. ഓക്കെ ഓപ്പറേഷൻ ഫ്ലഡ്. എന്റെ റൂം ഞാൻ ശരിയാക്കണം, അനിയന്റെ റൂം അവൻ ശരിയാക്കണം. തിരിച്ചു വന്നിട്ട് എങ്ങനെയായിരുന്നു ഈ ക്ലീനിങ് പരിപാടി? ഞങ്ങള് 2 ബംഗാളികളൊക്കെ വിളിച്ച് ആണല്ലേ പാമ്പിനെ കിട്ടി. അന്ന് മുതല പാമ്പ് പെരുമ്പാമ്പൊക്കെ കേൾക്കണ്ട. എന്റെ വീട്ടിൽ അങ്ങനെ അതൊന്നും കിട്ടിയില്ല. പിന്നെ അച്ഛൻ ആദ്യം വന്ന് നോക്കിയിട്ട് ഞങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി പേടിക്കണ്ടെന്ന് എനിക്ക് പാമ്പ് കൊടുക്കുന്നത് പേടിയാ. അങ്ങനെ നമ്മളെല്ലാരും 2 ബംഗാളികളും ഞാനും അച്ഛനും അനിയനൊക്കെ വന്ന് വീട് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് സെറ്റാക്കിയത്. അയ്യോ ഭയങ്കര കട്ടച്ചെളിയായിരുന്നു, കട്ടച്ചെളി. അല്ല 2020 2019-20 ഉണ്ടായിട്ടില്ല. 2018 മേജർ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇനി എപ്പോ വരും പറയാൻ പറ്റൂല. കാലം തെറ്റിയൊക്കെയാണ് മഴ പെയ്യുന്നത്. മറ്റേ ക്ലൈമറ്റ് ചേഞ്ച്. ഗുലുമാല് അനുവ് പറയുന്ന പോലെ ഓണത്തുമ്പി പറഞ്ഞ ക്രിസ്മസിനാണ്. എന്നിട്ട് ഓണത്തുമ്പി ചങ്കിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ. ഇപ്പൊ എന്ത് സംഭവിക്കുന്ന യാതൊരു പിടുത്തമില്ല. ഇപ്പൊ പ്രോ ആണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സെറ്റ് ആയിക്കോളൂല്ലോ. ഒരു ബോട്ടും കൂടി മേടിച്ച് കെട്ടിയിടും മുറ്റത്ത്. പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങള്. ബോട്ട് സ്വന്തമായിട്ട് വാങ്ങി ഇങ്ങനെ താഴെ ഇറക്കാം, മുകളിൽ നിന്ന് ഇറക്കാൻ പാകത്തിന്. ടൈറ്റാനിക്കിലൊക്കെ കെട്ടിട്ടേക്കുന്ന പോലെ.
ലൈഫ് ബോട്ട് വേണ്ടി വരും. മിക്കവാറും. അപ്പൊ ഇനി കൊറോണ വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ അവിടെയൊക്കെ? അവിടെ എല്ലാവരുടെ ഉള്ള പോലെ അകത്തൊക്കെ തന്നെ ഇത് തന്നെ ബോറടിച്ച്. ഞാൻ ഒരു പ്രാവശ്യം ശരിക്കും പേടിച്ചു. ഒരു പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് പനി, 2 മാസം മുമ്പ് ഞാൻ വിചാരിച്ചു എനിക്ക് വന്നു. ഞാൻ പുറത്തൊക്കെ കുറെ പോയായിരുന്നു. പക്ഷെ കുറച്ച് ചൂട്, പിന്നെ ചെറുതായിട്ട് ഒരു പ്രാവശ്യം ചുമച്ചായിരുന്നു. നീ അങ്ങ് കൺക്ലൂഡ് ചെയ്തല്ലേ? രാവിലെ മുറിക്കാത്തതിന്റെ പിറ്റേ ദിവസം ആയപ്പോ നോർമലായി. എനിക്കുണ്ടായത് ചിലപ്പോ ചൂടൊക്കെ വന്നതായിരിക്കും. ആയിരിക്കും. വന്ന ഒരാളങ്ങനെ പറഞ്ഞിരുന്നു, അയാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ചൂടൊക്കെ തോന്നി, വന്നിട്ട് പോയി. അങ്ങനെ വന്നിട്ട് പോയി കാണും, പറയാൻ പറ്റൂല. ഇടക്കിടക്ക് അതിപ്പോ എനിക്കും ഈ സെയിം ഫീലിംഗ് ഉണ്ടായി. ഒരു ദിവസം ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് അടുത്ത ദിവസം ആയിപ്പിക്കും ഓക്കെ. ചൂടെടുത്ത സമയം കൊണ്ട് ഞാൻ എല്ലാം ചിന്തിച്ചു, എന്റെ അടിയന്തരം വരെ ചിന്തിച്ചു. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞാൽ മാനസികമായിട്ടും ചില വിഷമങ്ങൾ നമുക്കുണ്ടാവും, ഡിപ്രഷൻ പോലെയൊക്കെ തോന്നാന്നൊക്കെ റിപ്പോർട്ടൊക്കെ കാണുന്നുണ്ട്. കൊറോണ വന്നല്ല, കൊറോണ ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷം കുറെ ആൾക്കാർക്ക് ഡിപ്രഷൻ വന്നു. ഓൾറെഡി ഉണ്ട്. അതെ എല്ലാവർക്കും ഉണ്ട്. സുശാന്ത് സിംഗ് മാത്രമല്ല, നമുക്ക് തന്നെ കുറച്ചൊരു മ്ലാനത വന്നില്ലേ? അത് പറഞ്ഞാലേ നമ്മൾ തുടങ്ങിയത്. അതെ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പണ്ട് മുതലേ വീട്ടില് ഒന്നും ചെയ്യാതിരുന്ന ശീലം പക്ഷെ അവർക്കെല്ലാം ഭയങ്കര ബൂമായി ഇപ്പൊ. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അതെ, ഇതിപ്പോ ഓപ്ഷൻ ഇല്ല. എന്ത് ഇത് പണ്ട് വെറുതെ ഇരിക്കുവായിരുന്നെങ്കിലും പുറത്ത് പോകാനല്ലോ. നമ്മള് ക്രോസ് ചെയ്തല്ലേ പുറത്തു പോകാതിരിക്കുന്നു. ഇപ്പൊ ഫോഴ്സ്ഫുള്ളി ആകത്തിരിക്കുന്നോണ്ടൊരു അല്ല, ഡിജിറ്റലിൽ ചെയ്യണ എല്ലാവർക്കും ഭയങ്കര ബൂമായി. ഒരുപാട് ക്രിയേറ്റേഴ്സ് വളരെ കുറവ് ഫോളോവേഴ്സ് കിട്ടുന്നവരൊക്കെ മില്യൺ ഫോളോവേഴ്സിലേക്ക് എല്ലാരും ഫോണിലല്ലായിരുന്നോ? എല്ലാരും ഫോണിലായതുകൊണ്ട് അപ്പൊ അവർക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ കൂടി. കരിക്കൊക്കെ ഇപ്പം വേറെ ലെവലായില്ലേ? വേറെ ലെവലായി. എല്ലാം എവിടെ മലയാളികളുണ്ട് അവിടെ മൊത്തം കരിക്കെത്തി. കരിക്കിനെ അറിഞ്ഞൂടാത്ത മലയാളികളില്ല. അതെ അതെ അതെ, സൂപ്പറാണ് അവര്, ഒന്നും പറയാനില്ല. സൂപ്പറാണ്. സ്ക്രിപ്റ്റിംഗ് ഒരു രക്ഷയില്ല. സ്ക്രിപ്റ്റിംഗ് ഒക്കെ, ഡയറക്ഷൻ, ക്യാമറ എല്ലാം നല്ല. പ്രൊഡക്ഷൻ എല്ലാം. അവര് കരിക്ക് വിളിച്ചാ പോവോ അഭിനയിക്കാൻ? എന്ത് ചോദ്യമാണെന്നല്ലേ? കരിക്ക് ചുമ്മാ ഒന്ന് വിളിക്കണം. ഞാൻ ഇവന്റെ അടുത്തൊക്കെ ചോദിക്കാറുള്ളത്. ഞാൻ പോവും, ഞാൻ ഉറപ്പായിട്ട് പോവും. പക്ഷെ എന്നെ വിളിക്കലല്ലോ. പക്ഷെ അവര് ഭയങ്കര ഫിൽറ്ററിംഗ് ആണ്. അവര് ചുമ്മാ ഒന്നും കേട്ടത്തില്ല. ഭയങ്കര ഓഡിഷൻ ഒക്കെ ചെയ്തിട്ട് കേട്ടത്തുള്ളൂ. ഉറപ്പല്ലേ? അല്ലെ, അത് പിന്നെ നല്ല നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു അവര് ശരിക്കും എടുക്കണേ. അത് എല്ലാരും ശരിക്കും ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതാണ്. അടുത്ത കരിക്കുടനെ പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. പറഞ്ഞിപ്പോ ഒരു ഐഡിയ കൊടുക്കണ്ട. ഇല്ല അല്ല, അവര് വരട്ടെ, വരും. നമുക്ക് തന്നെ നല്ലത്. ചിലപ്പോ നമ്മളെ വിളിച്ചാലോ? അങ്ങനല്ല, പോഡ്കാസ്റ്റ് ആളുകൾ സെർച്ച് ചെയ്യുമ്പോ നമ്മുടെ കൂടെ വരുമല്ലേ? പോഡ്കാസ്റ്റ് ആളുകൾ കണ്ടു തുടങ്ങൂടെ? അപ്പം കരിക്കൊക്കെ വന്നല്ലേ. മാർച്ച് കൊറോണ, പിന്നെ മാർച്ച് മുതല് സിനിമകൾ വേറെ ഏതൊക്കെയായിരുന്നു സിനിമകൾ ഇറങ്ങിയത്? ട്രാൻസ് ഇറങ്ങി, അയ്യപ്പനും കോശിയും. അതെ, അതിന്റെ പോസ്റ്റർ ഇപ്പോഴും ഉണ്ട്. ഓ സാഡ്. നേരത്തെ പണ്ടിറങ്ങിയ പടം. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ മരക്കാറ് എന്നാർക്കണം എന്തോ. മരക്കാർ അടുത്ത പോലത്തേക്ക് മാറ്റിയില്ലേ? ആ സമയത്ത് നമ്മൾ ഈ ഫാൻ ഷോ ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആയിരിക്കും മരക്കാറ് കാണാൻ വേണ്ടി. ഇവിടെ മറ്റേ ഒരു സുരേഷ് ഗോപിയുടെ സിനിമ ഇടയ്ക്ക് ട്രെയിലറൊക്കെ വന്നു, അതൊക്കെ അത് ക്യാൻസൽ ചെയ്താ? കടുവാക്കുന്നിൽ അതുണ്ട്. അത് രണ്ട് സിനിമ പൃഥ്വിരാജിനും അതോ സെയിം പേര് പൃഥ്വിരാജിന്റെ മൂവിക്ക് റൈറ്റ്സ് സെയിം സാധനം. പക്ഷെ രണ്ടും ഇറക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഈ ക്യാരക്ടറല്ലോ കടുവാക്കുന്നില്ല ആ പുള്ളിക്ക് പൃഥ്വിരാജ് ചെയ്യണ താല്പര്യമില്ല. പുള്ളിക്ക് എന്നെ ചെയ്യാൻ മോഹൻലാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പറ്റുള്ളൂ എന്നാണ് പുള്ളി പറയണേ. ഞാൻ വേറെ ലെവലാണ് എന്നുള്ള ഇതിലാണ് പുള്ളി. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി അത് അടിപൊളിയായിരിക്കും. അത് അടിപൊളിയായിരിക്കും. സുരേഷ് ഗോപി നല്ലതാണല്ലോ അതില്. തിരിച്ചുവരവാണ്, പൊട്ടൂല. ചുമ്മാ ആൾക്കാർ ആവശ്യമുണ്ടിലൊക്കെ പുള്ളി കണ്ട് അടിപൊളിയാണല്ലേ. ആവശ്യമുണ്ട്, വരനെ ആവശ്യമുണ്ട് പടത്തിലൊക്കെ തട്ടിലായിട്ടൊക്കെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നായിരുന്നു ട്രാൻസ് കണ്ടായിരുന്നോ? ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉറങ്ങിയില്ലടാ. അത്രയ്ക്ക് സൂപ്പർ ഒന്നും അല്ലെന്നാണ്. കാരണം ഒന്നാമത് നീളം കൂടുതലാണെന്ന് എനിക്ക് തോന്നി. കുറെ ലാഗ് ഉണ്ട്, കുറെ ഫില്ലർ പോലെ എന്താണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അയ്യപ്പനും കോശി അതുപോലെ കുറച്ച് ഓവറേറ്റഡ് അല്ലേ ഒരല്പം? ഡ്രൈവിംഗ് ലൈസൻസ് പോലെ തന്നെയല്ലേ അത്? ഡ്രൈവിംഗ് ലൈസൻസിനേക്കാളും നല്ലത് ആണ്. നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ ചെറിയൊരു കാരണം കുറേ എന്തൊക്കെയോ എന്തോ പോലെ എനിക്ക് തോന്നി. എൻ്റെ അമ്മയും ഒക്കെ കണ്ടിട്ട് ഇതാണ് പറഞ്ഞത്. എന്തൊക്കെയോ കാണിക്കുന്നത്. പൃഥ്വിരാജ് ഭയങ്കര അഹങ്കാരി, അവൻ ചുമ്മാ ഓരോന്ന് കാണിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന്. അയ്യപ്പനും കൊച്ചും വീട് അതിന്റെ റീമേക്ക് വരുന്നുണ്ടല്ലോ കന്നഡയില് തെലുങ്കില്. അതെ, അയാള് കപ്പേളയുടെ വരുന്നുണ്ട്, കപ്പേണ്ടി എന്ന് പറഞ്ഞോണ്ട് എന്നൊക്കെയാണ്.
അത് മറ്റേ മീമല്ലായിരുന്നു? ഒരു മീമല്ലേ അതിനകത്ത്, ഈ അയ്യപ്പൻ കോശിയില് ബിജു മേനോൻ മറ്റേ ആളുടെ ഒരു മാടക്കട അടിച്ച് പൊട്ടിക്കത്തില്ലേ JCB വെച്ച്, അത് റോക്കറ്റ് ലോഞ്ചറാണ്. അല്ലല്ല, അത് വലിയൊരു മാള് ഒരു മൾട്ടി ഫ്ലോർ മോള് ബോംബിട്ട് പൊട്ടിക്കും. ബാലയല്ലേ? ബലിയ വന്നിട്ട് ഇതിന്റെ കൗണ്ടറിനകത്ത് വന്നപ്പോ തകർപ്പനായിരിക്കും. ഇതിന്റെ ഒരു 10x ആയിരിക്കും. അതെ, അഭിനയത്തിലും എല്ലാത്തിലും. അല്ല, പക്ഷെ നമ്മളങ്ങനെ തെലുങ്ക് സിനിമയെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ട്രോള് വഴി കുറേ ആൾക്കാർ മനസ്സിലാക്കി വെച്ചേക്കുന്ന എല്ലാ തെലുങ്ക് സിനിമയും ഇതുപോലെ ഓവറാണ്. കുറേയൊക്കെ അങ്ങനെയൊന്നുമല്ല, ചില സിനിമകളൊക്കെ ഉണ്ട്. അല്ലായിരുന്നു. മാത്രമല്ല ഈ ഓവറൊക്കെ കാണിക്കുന്ന കമേഴ്ഷ്യൽ സിനിമകളും ഒരു പരിധി വരെ കത്തിയൊക്കെ ഞാൻ സമ്മതിച്ചു. കാരണം ആ ഒരു ടൈപ്പ് അത് അവരുടെ രീതി അങ്ങനെയാണ്. അത് നമ്മൾ ആ ഒരു മൈൻഡിലിരുന്ന് കാണണം. നമ്മളിവിടുത്തെ നമ്മളെ മലയാളികൾ അങ്ങനെയാ. മലയാളത്തിൽ ഇത് കൊണ്ടുവന്നാൽ നമ്മൾ കൊല്ലും അവരെ. പക്ഷെ തെലുങ്കിലും തമിഴിലൊക്കെ ഓവറൊക്കെ നമ്മൾ കണ്ടിരിക്കും. ഒരു പ്രശ്നമില്ല നമുക്ക്. അതുപോലെ രജനീകാന്ത് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. അല്ല എന്ന് വെച്ചാൽ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതെ, പുള്ളി എന്തോടെ കാണിച്ചോളൂ, ഒരു സീനും ഇല്ല. ഞാൻ ആക്ച്വലി KGF 2 വെയിറ്റിംഗ്. ഞാനും അതെ, ബാഹുബലി കൺക്ലൂഷൻ പോലെ കൊളവാക്കാതിരുന്നാ മതി. അതിനെന്തായിരുന്നു കുഴപ്പം? അതിനെന്ത് കൗങ്ങില് വളച്ചു കെട്ടി അതിനകത്തുനിന്ന് ചാടി പോകുന്നത് എടുത്തവരുണ്ടായിരുന്നു. ആംഗ്രി ബേർഡ്സ്. അതെ, ഫിസിക്സ് പൂജ്യമാണ്. അതാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനം. പക്ഷെ കഥ അടിപൊളി, പ്ലോട്ടും കഥ കൊള്ളാം, സൂപ്പർ കഥയാണ്. പക്ഷെ ഇയാൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റൂടെ? ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. ഇത് ചാടുന്ന ഇങ്ങനെ വളച്ചിട്ട് മറ്റേ കയറ് വലിക്കുമ്പോ ഞങ്ങളുടെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വീഴുന്നത്. ഞങ്ങളെ സ്ട്രക്ചർ പഠിപ്പിക്കുന്ന മറ്റേ അജയ് സാർ വന്നിട്ട് സ്ട്രക്ചർ പഠിപ്പിക്കുന്ന ആള്, പുള്ളിക്കങ്ങ് വിഷമം എന്തുവാടാ അത്, അതിനകത്ത് സാഗ്, ഈ ടെൻഷൻ ഇങ്ങനെ വരുമ്പം അത് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്ലാസ് പഠിപ്പിച്ചോണ്ടിരിക്കുക 100 ആൾക്കാരൊന്ന് വലിക്കുന്ന കയർ സാഗ് ചെയ്യുന്നു. അത് എത്രയോ കിലോ സാധനം പൊങ്ങുന്ന സാധനം ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യമില്ല, ഫിസിക്സ് ഇല്ല, ഫിസിക്സ് പൂജ്യമാണ്. സാറിന്റെ ഡയലോഗ് ആയിരുന്നു, ഫിസിക്സ് പൂജ്യമാണ്. അജയ് സാറല്ലേ പറഞ്ഞു. അജയ് സാറിന്റെ അടുത്ത് ഷിഫാദി എന്ന് പറഞ്ഞു, സാറിനെ കണ്ട സൈഡിൽ നോക്കിയ പ്രഭാസിനെ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അയ്യോ, അങ്ങനെയാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചു കെട്ടിയാ പോരായിരുന്നു. അല്ലെങ്കിൽ ശരിക്കും അവർക്ക് വലിച്ചൂടായിരുന്നോ ഈ പ്രഭാസിന്? വലിക്കുന്ന പോലെ അഭിനയിക്കുന്നതിന് വലിക്കാൻ പാടാണ്. എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കിയതായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ അയാൾ ഈ സാധനം ചെയ്തെടുത്തു, ഭയങ്കര സംഭവമാണ്. എന്നാലും പുള്ളിക്കാരൻ രോജാമം കൊണ്ടുവരാൻ നല്ലോണം അറിയാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്തായാലും രാജമൗലിയുടെ പടം, അത് ഉറപ്പാണ്. ഈച്ച സൂപ്പറാണ്. അതെ, അതൊക്കെ ആരാലോചിക്കില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അതിലും ഈ പറയുന്ന ലോജിക് ഒന്നും. പക്ഷെ അത് പ്രൊഡ്യൂസറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെങ്കിൽ സത്യം ഇതാണ് എന്റെ കഥ സാർ, ഒരു ഈച്ച വരും, പ്രൊഡ്യൂസറിനെ സമ്മതിപ്പിക്കണ്ടേ? അത് പാടല്ലേ? രാജമൗലിയാണ് കഥ പറയണ. ഒരു വെറൈറ്റി കഥ ഉണ്ട്, എടുക്കട്ടെ. അഭിനയിക്കുന്നത് ഈച്ചയാണ് നായകൻ. ഈച്ചയുടെ പ്രതികാരം. കഥയെല്ലാം ചോദിച്ചിട്ട് ആരാ അഭിനയിക്കുന്നത്? ഇംഗ്ലീഷിൽ ആൻഡ്മാൻ കുഴപ്പമൊന്നുമില്ല. ഈച്ച എവിടെ പ്രകാരം ചെയ്താൽ അത് പ്രശ്നം. അത് പോയിന്റ് ആണ് അപ്പൊ വരുന്നത്. അല്ല, അവരെന്ത് കാണിച്ചാലും നമുക്ക് വൈറ്റ് പീപ്പിൾ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ആ ജാബിക്കോയെ എടുത്ത് റിയാക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അത് മാത്രല്ല, അത് അങ്ങനെയല്ലേ. ഈ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം അത് വേറെ ഒരു കൾച്ചറിൽ ഒരാൾ നമ്മളുടെ സാധനം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. അത് ഇപ്പൊ വെള്ള ആള് കാണിക്കണമെന്നില്ല, ഇപ്പൊ ഒരു കറുത്ത ആള് കണ്ടാലും നമുക്ക് സന്തോഷം വരും. അതാ പറഞ്ഞ വെസ്റ്റിലുള്ള ആളുകൾ വെസ്റ്റ് വേണമെന്നില്ല. ഇപ്പൊ നമ്മള് മലയാളം സിനിമ ഒരു തമിഴിനെടുത്ത് കണ്ടിട്ട് വാവുന്നൊക്കെ പറയുമ്പോഴും അത് വേറെ ഒരുപാട് പേർക്ക് ആ ഒരു വൈറ്റ് പീപ്പിൾ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് വെസ്റ്റിലുള്ളവർ അപ്രൂവ് ചെയ്ത നമ്മള് സംഭവമാണ്. കുറെ പേര് ഇവിടെ ഉള്ളവർ തന്നെ അതിനെ നോക്കി അപ്പോഴാണ് ഒരു പുതിയ ഇവരൊക്കെ സമ്മതിച്ചത്, എന്നാ ഞങ്ങളും അടിപൊളിയാന്ന് പറയാം. അതിനു വേണ്ടി കുറെ ആൾക്കാർ ഇപ്പൊ റെഡി ആയിരിക്കുന്നുണ്ട്. റിയാക്ഷൻ ചാനൽസ് കാണുന്നില്ലേ? മലയാള സിനിമകളും ഇന്ത്യൻ സിനിമകളും റിയാക്ട് ചെയ്യാൻ വേണ്ടി അവർക്കറിയാം. അവര് മാർക്കറ്റ് ഉണ്ട് ഇത് കാണാൻ. അതെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ എന്തോരം പേര് റിയാക്ഷൻ തുടങ്ങിയേക്കണേ. ഒരു ഫുൾ ഫാമിലി ഉണ്ട്. അവര് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന മെർച്ചൊക്കെയാണ് ഇടുന്നത്. വിജയുടെ പടം, ലാലേട്ടന്റെ പടം എല്ലാം കൂടി ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇരുന്നങ്ങ് റിയാക്ട് ചെയ്യുകയാണ്. ഭയങ്കര ഹൈപ്പായിട്ട് മീമുണ്ട്. ഈ പൊട്ട സാധനം കൊടുത്ത് അവര് സാധനത്തിന്റെ ഒക്കെ റിയാക്ഷൻ ഉണ്ട്. പക്ഷെ കൊറേയൊക്കെ നല്ലതാണ്, അത് കാണാനും രസമാണടാ. പക്ഷെ അവരൊന്നും ചീത്ത ഈ പറഞ്ഞ പോലെ ചീത്ത പറയത്തില്ലടാ അവര്. ജാബിക്കോയെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് ഞാൻ തോന്നുന്നു കൊള്ളില്ല, ഒരു നോർമൽ പടമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, താഴെ എഴുതി കൊടുത്തേക്കുക. നിങ്ങൾ എന്താണോ പറയണേ കുമ്പളങ്ങി നൈറ്റ്സ് കൊള്ളില്ലെന്നോ?
ഇഷ്ടം പോലെ എന്തേലും ഒരുപാട് നമുക്ക് ബാക്ക്ലാഷ് കിട്ടി. ഇഷ്ടമില്ലാത്ത എന്തേലും ഒരാൾക്ക് നമ്മുടെ ഇടയിൽ ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആള് ആ മൃണാൽ അണ്ണനാണ് ഉദ്ദേശിച്ചത്. എല്ലാരും ഇത് തന്നെ. മൃണാൽ അണ്ണൻ തിരുവനന്തപുരത്തെ ഫുഡ് ഒന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഈ IT-കാരെ പറ്റി പറഞ്ഞതിനെ പറ്റി എന്താ അഭിപ്രായം? എന്ത് പറഞ്ഞു? അത് നീ ഇന്ന് കുറച്ച് മുമ്പ് കണ്ടില്ല ആ വീഡിയോ? സ്റ്റാർബക്സിൽ കയറിയിട്ട് പുള്ളി അത് കുടിച്ചിട്ട് പറഞ്ഞു ഇത് ഈ ബാംഗ്ലൂര് ഒരു പണിയില്ലാണ്ട് കുറെ പൈസ കിട്ടുന്ന IT-കാരില്ലേ അവർക്ക് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഇതൊക്കെ കാണിക്കാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്, അല്ലാണ്ട് ഈ കാപ്പി എന്തിനോ ഉള്ളാന്നുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടി അങ്ങനെ എലീറ്റ് ആയിട്ടുള്ള ആളുകളല്ലാന്ന് മനസ്സിലായി. അപ്പോഴാണ് പുള്ളി ഇങ്ങനെയുള്ളവരൊക്കെ കുറ്റം പറയുന്നത്. കാരണം ബാക്കി എല്ലാവരും അപ്പൊ പൊക്കി പുള്ളി കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ പക്ഷെ IT-കാർ ഒരുപാട് പേര് കമന്റ്സില് അതൊന്നും ആലോചിച്ച് കാണത്തില്ല. കമന്റ്സില് പുള്ളി ഈ മൃണാളിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? അല്ല എനിക്കെന്താ അങ്ങനെ തോന്നാൻ കാര്യം വെച്ചാൽ ആദ്യം ക്രൗൺ പ്ലാസ ഉണ്ടല്ലോ ഇവിടെ, ക്രൗൺ പ്ലാസയിലുള്ള ഏതോ ഒരു കിച്ചൺ ആണ്, റെസ്റ്റോറന്റ് ആണ് കേരളത്തിലെ ഏറ്റവും നല്ല നാടൻ ഫുഡ് കിട്ടുന്നത്. ക്രൗൺ പ്ലാസ 5 സ്റ്റാർ ഹോട്ടൽ ഒക്കെ എന്ന് പറഞ്ഞു പുള്ളി. എന്നിട്ട് അങ്ങനെ എലീറ്റ് സ്ഥലങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു ഇപ്പൊ വന്നപ്പോ സ്റ്റാർബക്സ് പോലുള്ള സ്ഥലം വന്നപ്പോൾ പുള്ളി പറഞ്ഞാൽ നമ്മുടെ സാധാ ചായക്കടയിൽ കിട്ടുന്ന ചായയാണ് നല്ലത്, ഇത് വലിയ രസമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പുള്ളി പതുക്കെ ഇപ്പൊ പ്ലേറ്റ് മാറി. എന്നിട്ട് ഇപ്പൊ പുള്ളിയുടെ ലേറ്റസ്റ്റ് വീഡിയോ വാസ് ലൈക്ക് എന്താ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കാം എന്നുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളി അതൊക്കെ ചെയ്യണത് പുള്ളിയുടെ ഓഡിയൻസിൽ ഒരുപാട് പേര് സാധാരണക്കാരാണ്, അപ്പൊ അവരുടെ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ പിന്നെ പുള്ളി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എങ്ങനെ ഫുഡ് കഴിക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യണം. യു ആർ ഓൾവേസ് ഡൂയിങ് ഫോർ യുവർ ഓഡിയൻസ്, റൈറ്റ്? അപ്പോൾ കുറേ പേര് അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ കഴിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ കുറേയൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ IT-കാരെ പറഞ്ഞ ഭയങ്കര ഇതായിപ്പോയി എന്ന് വെച്ചാൽ. അല്ല അതിന് ശേഷം ഒരു സാധനം പുള്ളി അതിനു വേണ്ടി അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പുള്ളിയുടെ ഫാനാണ്, എനിക്കൊന്നും തോന്നില്ല. അല്ല പുള്ളി കൾട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും ഫാൻസ് ഒക്കെ പെട്ടെന്ന് കയറിയത്. ഒരുപാട് വേറെ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് പുള്ളി ഇത്രയും കയറാൻ കാരണം. പക്ഷെ ഈ പുള്ളി അതിന് തന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയണേ IT-കാരെല്ലാം കമന്റ് ചെയ്തു അതെന്താ താൻ അങ്ങനെ പറയണേ, നമുക്ക് ഇത്രയും പണിയുണ്ട്, ഞങ്ങൾക്ക് ചത്ത് പണിയെടുത്ത പൈസ ഉണ്ടാക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്തിനു കഷ്ടപ്പെട്ട് ജോലി. പക്ഷെ അതൊരു വളരെ പ്രിവിലേജ് സ്പേസിൽ നിന്ന് സംസാരിക്കണം. അയാൾ വളരെ പ്രിവിലേജ്ഡ്, അയാൾക്ക് ആ പാഷന് വേണ്ടിയിട്ട് ഒരു ജോലി വിട്ടു പോകാം. പക്ഷെ ഒരുപാട് പേര് ബ്രെഡ് വിന്നേഴ്സ് ആണ് അവരുടെ വീട്ടിലെ. അപ്പൊ അവർ IT-യിൽ വർക്ക് ചെയ്യണം, അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണത്. അങ്ങനെയല്ലോ അയാൾ പറഞ്ഞു. അയാൾ അങ്ങനെയല്ലേ പറഞ്ഞു. അയാൾ പറഞ്ഞത് അയാളെന്താ പറഞ്ഞത്, നിനക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണെങ്കിൽ ചെയ്യല്ലെന്നാ പറഞ്ഞു. അതല്ല IT-കാര് പറഞ്ഞത്. IT-കാര് മുഴുവൻ കമന്റ് ചെയ്തേ ഒരു പണിയില്ലാണ്ട് കുറെ പൈസ ഉണ്ടാക്കുന്ന IT-കാരില്ലേ അവര് വന്ന് കുടിക്കണാണ് സ്റ്റാർബക്സ് എന്നുള്ള രീതിയിലാണ് പുള്ളി ആദ്യം പറഞ്ഞത്. അപ്പൊ IT-കാരെല്ലാം പറഞ്ഞു, ആര് പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കണത്. അപ്പൊ ദേ ആക്ച്വലി അഡ്രസ് ദ ഫാക്ട് ദാറ്റ് അവര് പണിയില്ലാതെ പണിയെടുക്കാണ്ട് കിട്ടുന്ന പൈസ എന്നുള്ളത്. അഡ്രസ് ചെയ്തത് സോറി ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായി പോയി എന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കണേ, നിങ്ങള് ഇഷ്ടമുള്ള ജോലി കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാത്ത ജോലി എന്തിനു കഷ്ടപ്പെട്ട് ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെപ്പോഴും ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിവിലേജ് എന്തായാലും ഇല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമ്മൾ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ അതിനുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ പറയാം ഞങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടാണ്, ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ പാഷൻ അങ്ങനെ എടുത്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ യു ഹാവ് ടു ഓൾവേസ് അഡ്രസ് യുവർ പ്രിവിലേജ് ബിഫോർ സേയിങ് തിങ്സ് ലൈക്ക് ദാറ്റ്. ശരിയല്ലേ, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒഫൻഡഡ് ആവും. അത് ശരിയാ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തരുടെ ടേക്ക് ആണത്. സീരിയസ് ആയിട്ട് എടുക്കുക. ഈ പറഞ്ഞ കാര്യം മൃണാൽ ആർമിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരാളെങ്കിലും കാണും ഈ ലോകത്ത് അത് ഇഷ്ടപ്പെടാത്ത. മൃണാൽ ആർമിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മോളൂസ് എന്തായിരുന്നു, റാംബ്ലിംഗ് മോളൂസ്. അതാണ് പ്രശ്നം. കുറെ ആണെങ്കിൽ ആൾക്കാർ എങ്ങനെ തപ്പി കണ്ടുപിടിക്കും. അതെ, എന്നാലും 5 E ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ, തപ്പി കണ്ടുവരട്ടെ. എന്റെ അനിയനാ ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞ 5-6 E ഇടാൻ വല്ല കാര്യമുണ്ടോ, റാംബ്ലിംഗ് മോളൂസ് പറയാൻ പറഞ്ഞില്ല ഒരു 5 E ഇട്ടോ. അത് പെട്ടെന്ന് എടുത്തെറിയുന്ന അല്ല അത് പെട്ടെന്ന് എടുത്തെറിയുന്നൊക്കെ അവൻ എന്റെ അടുത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റാംബ്ലിംഗ് മോളൂസ് ലൈക്ക് എടുത്ത പോസ്റ്റ് എടുത്തു കഴിഞ്ഞു. അല്ല റാംബ്ലിംഗ് മോളൂസ് എന്നുള്ള ഇപ്പൊ ഞാൻ എല്ലായിടത്തും ഇവിടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കണെങ്കിൽ അങ്ങനെയാണ് കൊടുത്തേക്കണത്. എന്റെ മെയിൽ ID ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് പേരൊന്നും ആലോചിച്ചോണ്ട് സമയം കളയാൻ നിന്നില്ല. പേരാലോചിച്ച് സമയം കളയരുത് എന്നാണ് എന്റെ അഭിപ്രായം. അല്ല ഞാനും പേരാലോചിച്ച് കുറെ നാൾ നടന്നൊന്നുമില്ല. റാംബ്ലിംഗ് ഇസ് എ വേർഡ്. എനിക്ക് എന്താ ചെയ്യാനുള്ള ഐ എം നോട്ട് ഡൂയിങ് ലൈക്ക് വലിയ പ്രൊഡക്റ്റീവ് പോഡ്കാസ്റ്റ് അങ്ങനെയൊന്നുമല്ല, പ്രൊഡക്ടിവിറ്റിയെ പറ്റി സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഐ എം ജസ്റ്റ് റാംബ്ലിംഗ് മോളൂസ് അതങ്ങനെ ആഡ് ചെയ്തു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മോളൂസ് എന്ന് പറഞ്ഞൊരു വേർഡിൽ, പക്ഷേ എന്താ മോളൂസ് എന്ന് പറഞ്ഞൊരു വേർഡ് ആണുങ്ങൾ ഇങ്ങനെ പെമ്പിള്ളേരെ ഇത് കളിയാക്കുന്ന ഒരു വേർഡാണ്.
അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ കൊണ്ട് ഞാൻ ഉണ്ട്, ശരിയാണ്. അത്രയ്ക്ക് ഞാൻ അതിനെ ചിന്തിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളൂസ്, അതുകൊണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിനകത്ത് എന്താ മോളിസേ എന്ന് ചോദിക്കത്തില്ലേ ട്രാക്ക് കഴിയുമ്പോൾ അത് പെണ്ണിന്റെ അതെവിടെ നിന്ന് കിട്ടിയതാ ഞാൻ പറഞ്ഞത്. ആണോ? അതൊക്കെ ഞാൻ വോയിസ് ട്വീക്ക് ചെയ്തിടുന്നതാ. ഞാൻ വെച്ച ഏതോ സിനിമ എടുത്ത് ഞാൻ തന്നെ ട്വീക്ക് ചെയ്യണതാ. കൊള്ളാം. കൊള്ളാം. കേട്ടാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് നല്ല ഞാൻ സ്വന്തം പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടോ? ഇല്ല, അല്ല ഞാൻ കേക്കോ ഈ സാധനം ഞാൻ ഇട്ടാ ഞാൻ കേക്കുവോ എന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണതെല്ലാം. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും തോന്നുന്നു പക്ഷെ ക്രിഞ്ചായിരുന്നു അങ്ങനെയല്ലോ? എനിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമല്ല. അതാണ് ചെയ്യുമ്പോ നമ്മള് കേൾക്കുമല്ലേ, എഡിറ്റ് ചെയ്യുമ്പോ ഒരുപാട് പ്രാവശ്യം കേട്ട് വെറുക്കും. ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ വെറുത്തിട്ടുണ്ട് അവസാനം. പിന്നെ എനിക്ക് കേൾക്കുമ്പോ തന്നെ ഒന്ന് കൊണ്ടുപോകുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ കുറെ പ്രാവശ്യം ചിരിക്കും. ചിരിച്ച് പിന്നീട് ക്രിഞ്ചാവും. ആദ്യം ഇതൊക്കെ കണ്ട് ചിരിച്ചാണ് എഡിറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എല്ലാരും ഇല്ല, ഞാൻ പറയണ കോമഡി എനിക്ക് കേൾക്കുമ്പോൾ യുവമാർക്ക് പിന്നീട് പോകും, ഞാൻ മാത്രം രാത്രി അട്ടഹാസങ്ങൾ കേൾക്കാം കിടന്നുറങ്ങുമ്പോ പൊട്ടിച്ചിരിയൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഉറങ്ങില്ല അവൻ, എഡിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അർജുന്റെ ആ ഒരു ഇതിനോട് എടാ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മെയിൻ അടിസ്ഥാനം ഈ ടിക്ടോക്ക് കോളികളോട് ആൾക്കാർക്കുള്ള ദേഷ്യം. അതാണ് ഇവൻ ഹിറ്റായി. അല്ലാതെ ഇവൻ ഇത്ര സൂപ്പർ ആയിട്ടൊന്നുമില്ല. ആൾക്കാർക്ക് പറയാൻ പറ്റാത്തത് അവൻ പറഞ്ഞു. എല്ലാ ആൾക്കാരും ഇതുപോലത്തെ ഒരു സാധനം വരുന്നു. ഞാൻ അവന്റെ ആദ്യ 2 വീഡിയോ കൊണ്ട് ചിരിച്ച് റെഡിയായി. പക്ഷെ കാരിമിനാറ്റിയുടെ വീഡിയോ ഒക്കെ ആ സമയത്ത് ടിക്ടോക്ക് എനിക്ക് ഭയങ്കര എനിക്കൊരു യോജിപ്പില്ല ഇങ്ങനെ ആളുകളെ കളിയാക്കുന്നതൊക്കെ. അതൊരു ഫോം ഓഫ് പക്ഷെ രസമുണ്ട്, രസം കോമഡിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ ലോ ഒക്കെ വന്നില്ലേ, എന്തോ കളിയാക്കാൻ പാടില്ല എന്നോ. അത് മാറ്റി അങ്ങനെയാണെങ്കിൽ മീം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇങ്ങനെ കളിയാക്കാൻ പറ്റും, ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോ ആരെയും കളിയാക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ, മറ്റേ ഭാഗ്യലക്ഷ്മി കേസല്ല, അപ്പൊ അവര് സീനാക്കി, അപ്പൊ കേസ് ഉണ്ടാക്കി, അങ്ങനത്തെ സെക്ഷൻ ഉണ്ടാക്കിയതാ. ഇങ്ങനെ പെണ്ണുങ്ങളെ ആരും തെറി വിളിക്കാതിരിക്കാൻ വേണ്ടി. ഭയങ്കര അടച്ച് ആ സാധനം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭാഗ്യലക്ഷ്മി ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല കണക്കായിപ്പോന്നല്ല, ഞാൻ ജയിലിൽ വരെ പോവാൻ തയ്യാറാണ്. കാരണം പുള്ളിക്കാർക്ക് അറിയാം നിയമത്തിനെതിരായിട്ടാണ് ചെയ്തേക്കണേന്ന്. ഒരു ഇമോഷണൽ ഇതാണ് പുള്ളിക്കാരി ചെയ്തേക്കണേ. അയാൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അടിക്കാനോ ഇമോഷണലി നമുക്കത് തല്ലാൻ തന്നെ തോന്നും അയാളെ. അപ്പൊ ഒരു ലോയുടെ പോയിന്റ് ഓഫ് വ്യൂ അത് തെറ്റാണ്. പുള്ളിക്കാരി അത് സ്വയം പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോകാൻ വരെ തയ്യാറായിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ശരിയെന്ന് വെച്ചാൽ ലോയുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. പക്ഷെ ഇമോഷണലി പുള്ളിക്കാരി ചെയ്തത് ഏതൊരു പെണ്ണും അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഒരെണ്ണം കൊടുക്കണം എന്ന് തോന്നണ തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളൂ. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏറായില്ല. പക്ഷെ വീട്ടിനകത്ത് ഒരാള് ഏറ്റവും കൂടുതൽ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ലേ, അപ്പൊ അതിനകത്ത് കയറി അടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ. അയാളെ എപ്പോ ഗേറ്റിന്റെ വെളി ഇറങ്ങുമോ അയാൾ അറിയരുത്, അൺഎക്സ്പെക്ടഡ് ആയിരിക്കണം. പക്ഷേ അല്ലേ അവർക്ക് വേറെ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം അയാളുടെ ലാപ്ടോപ്പ് ഒക്കെ കോൺഫിസ്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അയാൾ തെളിവ് നശിപ്പിക്കും, ഡിലീറ്റ് ചെയ്യുക എല്ലാം. അതും കൂടി ചെയ്യാൻ പാടില്ല. എന്നാലും ഒരാളും കൂടി ഉണ്ട് ഇനിയിപ്പൊ അങ്ങനെ പിടി കിട്ടാനായിട്ട്. ശാന്തിവിള ദിനേശിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടോ? ഇതുപോലെ തന്നെ ഇരുന്ന് പറയണ്ട്. ഭാഗ്യലക്ഷ്മി എനിക്ക് ഇഷ്ടമല്ല ഭാഗ്യലക്ഷ്മി. പക്ഷെ അയാൾ ആ ലൈൻ ക്രോസ് ചെയ്യത്തില്ല. അയാൾക്ക് നിക്കറിയാം ഏതുവരെ പറയാം, കേസ് വരാതെ ഇതുവരെ പറയാം. ഞാൻ കണ്ട വീഡിയോയിലൊക്കെ പുള്ളി കുറച്ചൊക്കെ പക്ഷെ അതിന് കേസ് എടുക്കാൻ പറ്റത്തില്ല, സംസാരിക്കുന്നുണ്ട്. കേസ് എടുക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. സേഫും കളിക്കണ്ട. ശരിയാ, അയാൾ ചുമ്മാ കുറ്റം പറയാനല്ല. ഷൈനികത്തിനൊക്കെ ചുമ്മാ കഞ്ചാവെന്നൊക്കെ വിളിക്കത്തില്ലേ, ചെറുക്കൻ തന്തേക്കാൾ മോശം. എന്നിട്ട് ഒന്നുകൂടി പറയാം, തന്തേക്കാൾ മോശം. അങ്ങനെ പോസ് ചെയ്യടക്ക്. അയാളുടെ വീട്ടിൽ കയറി അടിക്കാത്ത അവന്റെ മാന്യത. ഞാൻ പുള്ളി ആദ്യം ശ്രദ്ധിച്ച മറ്റേ ദിലീപിന്റെ കേസ് വന്നപ്പോ എന്ത് ന്യൂസ് വൈകുന്നേരം ആവുമ്പോ വന്ന് നല്ല മനുഷ്യൻ. ശരിക്കും അയാൾക്ക് എന്താണ്, അയാൾക്ക് വലിയ ഒന്നും ഇല്ലല്ലോ. അയാളെന്തോ വലിയ ഔദ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടർ ചെയ്ത അയാളാണ്. ലാലിന്റെ അയാള് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, പണ്ട് മുതലേ സിനിമയിലുള്ള ആളാണ്. അപ്പോൾ കുറേ എക്സ്പീരിയൻസും കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം, സിനിമയിൽ എന്താണ് സംഭവം എന്നൊക്കെ അറിയാം. പക്ഷെ പുതിയ സിനിമ സെറ്റപ്പ് മറ്റേ ചിന്താഗതിയാ, പഴയ ചിന്താഗതിയാണ്. അതിന്റെ ഒരു സദാചാര അമ്മാവനാണ്. അത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുള്ള അയാൾക്ക്. പക്ഷെ അയാളുടെ സംസാരം കേൾക്കാൻ മാരക കോമഡിയാണ്, കുറേ കോമഡി ഉണ്ട്. ബിഗ് ബോസ് പോലെ, ബിഗ് ബോസ് കാണുന്നതിന്റെ മെന്റാലിറ്റി, ആൾക്കാരെ കുറ്റം പറയുന്ന കേൾക്കാൻ. അതും പ്രത്യേകിച്ച് സിനിമാ നടിമാരെ കുറ്റം പറയുന്ന കേൾക്കാൻ മലയാളികൾക്ക് ഭയങ്കര താല്പര്യമാണല്ലോ. ഏതെങ്കിലും സിനിമാ നടി ഒന്ന് ഏതെങ്കിലും ഇന്റർവ്യൂവിൽ അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവരുടെ പിറ്റേ ദിവസം ട്രോൾ ഉണ്ടാക്കിയ പെണ്ണിനെ. പക്ഷെ ആ സെയിം സാധനം തന്നെ ഇപ്പൊ ഒരു അഹങ്കാരം കാണിച്ചെന്നു അതേ മതി. ഒരു മെയിൽ ആക്ടർ വന്നിട്ടാണ് അഹങ്കാരം കാണിക്കുന്നത്, സ്ത്രീകളാവുമ്പോ മഡോണ പറഞ്ഞില്ലേ,
ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ആവാം, അത് കുഴപ്പമില്ല. പക്ഷെ കുറെ ആൾക്കാരൊക്കെ ചെറുപ്പത്തിന്റെ- troll ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുമല്ലേ. ഹമ്പിൾ ആയിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാഞ്ഞത് മറ്റേ PC ജോർജ് വന്നിട്ട് മറ്റേ ഭാഗ്യലക്ഷ്മി തെറി വിളിക്കുന്നതിന് മോശമായി പോയെന്ന് തെറി വിളിച്ചത്. ഇങ്ങനെ തെറിയൊക്കെ വിളിക്കാൻ പാടുണ്ടോ സ്ത്രീകൾ? PC ജോർജ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങാനും അരിക്കണം, അവൻ വെറുതെ ഒന്നു തിരിച്ചു പറഞ്ഞ അപ്പൊ തന്നെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് PC ജോർജ്. അയാൾക്ക് പല സമയത്തും പല സ്വഭാവമാണ്. PC ജോർജ്. ഓ ഇതിപ്പോ കൊറേ ആർമി ലോഡിങ് ആണല്ലോ. PC അച്ഛ എല്ലാരും ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുകയാണ് 2020 റൗണ്ട് അപ്പിൽ എല്ലാരും പോരെ. കുഴപ്പമില്ല, എല്ലാവരും വരട്ടെ. വെയിറ്റിംഗ്. 2020 ഈ രാഷ്ട്രീയക്കാരെ പറഞ്ഞ ഈ സിനിമാക്കാരെയും പാട്ടുകാരെയും പറയുന്ന പോലല്ല, അവർ കയറി വെട്ടും. അതുപോലെയാണ് മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്. FFCയിലുണ്ടോ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്? ഉണ്ടായിരുന്നു. ഞാൻ FFCന്ന് തെറിയെല്ലാം പഠിച്ചത് മലയാളത്തിലെ ഒട്ടുമിക്ക തെറികളെല്ലാം എനിക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം ഒരു ABCD ഞാൻ പറഞ്ഞില്ല എന്റെ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ഒരു EF വരെയൊക്കെ പുതിയ തെറികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ, അതൊക്കെ FFCയിലായിരുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇതൊന്നും അല്ലായിരുന്നു FFC. ശരിക്കുള്ള FFC ഇവിടെ ഇപ്പം FFC ഉള്ള പിള്ളേർക്ക് അറിഞ്ഞൂടാ യഥാർത്ഥ FFC. നമ്മളെല്ലാം അവർക്കും കേസായിട്ട്, അതും ശ്രീനാരായണ ഗുരുവിനെ എന്തോ പറഞ്ഞോണ്ടല്ലേ, അല്ലല്ല എത്ര തവണ അയ്യങ്കാളിയെ വെച്ച് എന്തോ മീമുണ്ടാക്കിയതാണ് അവരെ കേസായി പൂട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഇനിഷ്യത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു സമയം വരെ എനിക്ക് വലിയ ഇതില്ലായിരുന്നു. അതിനകത്ത് മൊത്തം പച്ച അപരാധം അതിനകത്ത് മൊത്തം. പക്ഷെ അതെല്ലാം എൻജോയ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അല്ല പക്ഷെ ആ കോളനി എന്ന് പറഞ്ഞ സംഭവമൊക്കെ അതൊക്കെ കുറച്ച് മോശമായി. പുറത്തേക്ക് വന്നിട്ട് അതിന്റെ രാഷ്ട്രീയം എല്ലാം എല്ലാവരും സംസാരിച്ചു തുടങ്ങി. എല്ലാരും അതാണ് പ്രശ്നം. അതിനകത്ത് ഫൈറ്റ് ക്ലബിന്റെ സെയിം സാധനമാണ്. ചില ആളുകളെ കോളനി എന്ന് വിളിക്കാൻ, നീ കോളനിയാന്ന് പറയാ. ഈ FFCക്ക് അകത്ത് നിൽക്കുന്ന സാധനം FFCക്ക് അകത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നായിരുന്നു എന്റെ നിയമം. പക്ഷെ എന്നാലും വീടിന്റെ അകത്തും നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടില്ല. വീടിന്റെ അകത്ത് മതിയെന്ന് പറഞ്ഞാലും വീടിന്റെ അകത്ത് റേസിസ് ഒക്കെ പറയുന്നതൊക്കെ കുറച്ച് മോശമല്ലേ? അതെ. ഇതാ പക്ഷെ അവരുടെ പോളിസി എന്ന് വെച്ചാൽ അതായിരുന്നു സാധനം. അതിനകത്ത് എന്തും കാണിക്കാം, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സാധനം പുറത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രാഡിക്റ്റിംഗ് അല്ലേ? ലൈക് ഹ്യൂമർ പല രീതിയിലുണ്ട്. ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. ഹോമോഫോബിയ തെറ്റാവുന്ന എപ്പോഴാ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴല്ലേ തെറ്റാത്തുള്ളൂ. വീടിന്റെ അകത്ത് ഹോമോഫോബിക് ആവുന്ന തെറ്റല്ലല്ലോ. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾ വളർന്ന സാഹചര്യത്തിന് അയാൾക്ക് ഇപ്പൊ കറുത്ത വർഗ്ഗക്കാരെ ഇഷ്ടമല്ലാത്ത ഒരു വൈറ്റ്, അയാൾ അവരെ ശല്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. വീട്ടിലിരുന്ന് അവരെ വെറുക്കുന്നതിനുണ്ട് ആർക്കും ശല്യം. അയാൾ ആരുടെ മിണ്ടാതെ മനസ്സ് വെച്ചിരുന്ന ഒരു കുഴപ്പമില്ല. വെറുക്കാനുള്ള അവകാശം. പിന്നെ വീട്ടില് മക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പിള്ളേരുടെ അങ്ങനെ പറയാൻ പാടില്ല. പബ്ലിക് റിലേഷൻ വരുമ്പോഴേ അങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നമാവത്തുള്ളൂ. കുചർക്കന്മാരെ ഫുൾ ടൈം പിടിച്ച് വീട്ടിൽ പൂട്ടിട്ടിരുന്ന കുഴപ്പമൊന്നുമില്ല. പൂട്ടിട്ട് വളർത്തിയാൽ മതി. ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കരുതെന്നേ ഉള്ളൂ. ആൾക്കാർക്ക് ഹോമോഫോബിക്കൊക്കെ എതിരെ ഇപ്പൊ ഒരുപാട് ലൈക്ക് അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പാടില്ല. പക്ഷെ അത് ചിലർക്ക് മനസ്സിലാവത്തില്ല. ചിലർ അങ്ങനെയാ വളർന്നത്. ഇപ്പൊ കുറച്ച് പഴയ ആൾക്കാർ, അച്ഛനമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, മനസ്സിലാകത്തില്ല അവർക്ക്. മനസ്സിലാവുന്നല്ല, നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾക്ക് വരെ അത് മനസ്സിലാവില്ല എന്നല്ല. അവരെങ്ങനെ ജീവിക്കും? അപ്പൊ അവര് എന്റെ ഒരു ഫ്രണ്ട് ചോദിക്കണം എന്റെ അടുത്ത്, അവരെങ്ങനെ ജീവിക്കും? അപ്പൊ അവരുടെ ലൈഫിൽ മുമ്പോട്ടേക്ക് എന്താ? അപ്പം പറഞ്ഞു അവര് സുഖമായിട്ട് ജീവിക്കുക, പാർട്ട്നേഴ്സ് അവര് ജീവിക്കും. അവർക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം ജീവിതം പിന്നെ എങ്ങനെയാ, പിള്ളേരുണ്ടാവൂലല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞു. ലൈക്ക് അങ്ങനെ ഇപ്പോഴും കുറേ പേർക്ക്, നമ്മുടെ ജനറേഷനുള്ളവർക്ക് വരെ ഇറ്റ്സ് എ വെരി കൺഫ്യൂസിങ് കോൺസെപ്റ്റ് എന്നുള്ള. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ, ലൈക്ക് ഹോമോഫോബിയ ഇങ്ങനെ പാടില്ല. ലൈക്ക് ഞാൻ വായിച്ചതൊക്കെ വെച്ചിട്ട് LGBTQ പറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരാൾക്ക് ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ തന്നെ, സാം പറഞ്ഞ പോലെ തന്നെ, ഒരാൾക്ക് ഹോമോഫോബിക് ആണ്, അയാൾ വേറെ ആരും ഉപദ്രവിക്കാനുള്ള, അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുള്ള എടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദിസ് ഈസ് എ ഡെമോക്രാറ്റിക് പ്ലേസ്. ലൈക്ക് എല്ലാവർക്കും അവരുടേതായ ഇതുണ്ട്. അതും കൊണ്ട് വേറൊരാളിലേക്ക് വന്ന് ഉപദ്രവിക്കാതിരുന്നാൽ എനിക്കറിയില്ല അതിൻ്റെ ഒരു. ഹോമോസെക്ഷൽസിനെ കുറെ കേരളത്തിലൊക്കെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ആൾക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷെ റിമെമ്പർ ദ മറ്റേ കേസ്, ബിരിയാണി ട്രാൻസ്ജെൻഡർ പുള്ളിക്കാരി. പക്ഷെ അവസാനം അത് തിരിഞ്ഞു വന്ന എന്താ, പുള്ളിക്കാരി യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ് സിറ്റുവേഷൻ. അങ്ങനെയും നടക്കുന്നുണ്ട് ഇപ്പൊ. ഒരു ട്രാൻസ്ജെൻഡർ പുള്ളിക്കാരി ബിരിയാണി പിന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ഹെൽപ്പ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി മനഃപൂർവ്വം ചെയ്തതായിരുന്നു എന്നാണ് പിന്നെ അവസാനം തിരിഞ്ഞു വന്നത്. ജയസൂര്യ എന്തൊക്കെയോ ഹെൽപ്പ് വരെ പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെയാണ് ആ കോളം. പുള്ളിക്കാരിയുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാള് പുള്ളിക്കാരിയുടെ വോയിസ് നോട്ടൊക്കെ ലീക്കാക്കി. അതിൽ പറയണ്ടേടി ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നിനക്ക് തരാൻ പൈസ എന്നൊക്കെ ഉള്ള.
അതൊക്കെ കാണുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി മനസ്സിലൊരു അലിവ് തോന്നിയവരൊക്കെ തിരിച്ച് അതാണ് ഒന്നും പ്രശ്നം. കൂടി ഇതായി പോകും. പക്ഷെ അത് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ അത് കാണണ്ട. എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട് നല്ലതും ചീത്ത ആൾക്കാർ, അങ്ങനെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അതിനകത്ത് ഈ ഒരു സാധനം യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് കളിച്ച പോലെ എല്ലാ ആൾക്കാർക്കും കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ച് കളിക്കാൻ. എല്ലാരും വിശപ്പ് മാറ്റാനുള്ള ഓട്ടമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലവ് ഇസ് ലവ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. ആണാണ് തമ്മിലാണെങ്കിലും പെണ്ണുകൊണ്ട് തമ്മിലാണെങ്കിലും whatever. ചിലർക്ക് ചിലത് കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് അത് ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പെണ്ണും ഒരാണ് ഒരുമിച്ചിരിക്കുന്ന കണ്ടതിൽ സഹിക്കാൻ പറ്റത്തില്ല. അതെ 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 ഇതുവരെ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ട്രഡീഷണലിനെ മാറി എന്തെങ്കിലും കണ്ടാൽ ചിലർക്ക് അത് അക്സെപ്റ്റ് ദാറ്റ്. ആർഷഭാരതത്തിനെതിരെ 4 പയ്യന്മാരും ഒരു പെൺകുട്ടിയും കൂടെ അതുകൊണ്ട് അവള് കാലിന്റെ മുകളിൽ കാല് വെച്ച് റെസ്പെക്ട് ഇല്ലാതെ ഇംഗ്ലീഷ് 4 പേരും കാല് താഴെ വെച്ചിരിക്കുന്നു, അവള് മാത്രം. അതെ അതെ അത് ഏതിലോ വന്നല്ലോ കാലുമ കാല് കയറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ ഏതോ ഇന്റർവ്യൂർ കാലുമ കാല് കയറ്റി വെച്ചിരിക്കുന്നു പൃഥ്വിരാജിന്റെ മുമ്പിലോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇതുപോലെ അത് ഈ ബിഗ് ബോസിന് അഹങ്കാരമാണ്. വളർത്തുദോഷം. എന്ത് പറയാ. പിന്നെന്തായിരുന്നു അത് പറയാൻ ഇനി ഒന്നുമില്ല. ലൈക്ക് പെണ്ണ് എന്ത് ചെയ്താലും അതിൽ കുറ്റം. കാലേറ്റ് വെച്ചാൽ കുറ്റം, ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറ്റം. ഓൺലൈൻ ആംഗ്ലമാർ. അതെ ആംഗ്ലമാരെപ്പ വരും. അതെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരീരമാണ് കുട്ടിയുടെ അടുത്ത് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ എളിമ ഒരു ദേവിയെ പോലെ ഇരിക്കണം പെണ്ണായി കഴിഞ്ഞാൽ. ഇങ്ങനെ അമ്പലത്തിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പാകത്തിന് എപ്പോഴും. അനിയത്തിക്കുട്ടി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ അൺഫോളോ ചെയ്യുന്നു പോകുന്നു. ഞാൻ ഇനി ഫോളോ ചെയ്യില്ല. അതൊക്കെ പക്ഷെ മാന്യമായിട്ടുള്ള. ഓ പിന്നെ അത് മാന്യമല്ലേടാ? മാന്യമാണ്. മാന്യമായിട്ടുള്ള ആങ്ങള. അവന്റെ ഇതിലുണ്ടായിരുന്ന ഇമാജിനേഷൻ. മേനകാ ഗാന്ധിയും ആനയും മലപ്പുറവും ടിക്ടോക്ക് മറ്റേ ആനയുടെ അയ്യോ അത് അതും ഇതുപോലെയാടാ. ആനയെ അവര് ശരിക്കും മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്ന ടീമായിരുന്നു. മറ്റേ പന്നിക്ക് വെച്ച പടക്കമാണ്. അവര് കുരങ്ങനൊക്കെ വെടിവെക്കുമായിരുന്നു. അവരത്ര നല്ല ആൾക്കാരൊന്നും. വാർത്ത വന്നത് ആനയ്ക്ക് അത് കഴിക്കാൻ കൊടുത്തു എന്നായിരുന്നു. എൻ്റെ അമ്മ ഞാൻ അത് കേട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ഭയങ്കര ട്രോമയിലായി പോയി. ശരിക്കും ഞാൻ കുറച്ച് നേരം കരഞ്ഞു പോയി ഞാൻ. കാരണം കുറേ നേരത്തെ എനിക്ക് ഞാൻ ഭയങ്കര അനിമൽ സ്നേഹിയാണ്. ബീഫ് കണ്ടില്ലല്ലോ. ബീഫ് കറമുറാന്നാണല്ലോ കടിച്ചിട്ടുണ്ടോ? നാളെ 7 മണിക്ക് ഗുഡ് മോർണിംഗിൽ പോയി ബീഫും പൊറോട്ടയും കഴിഞ്ഞ രാവിലെ കാര്യമാണ്ടാ പറഞ്ഞത്. മനുഷ്യരില്ല അല്ലേ? അതെ അതെ. നിന്റെ വീട്ടിൽ പെറ്റുണ്ടോ? ഉണ്ട്, പൂച്ചകളുണ്ട്. അതല്ല ഇവിടെ ഇത് ആനയുടെ കേസ് ഗർഭിണിയും കൂടെ ആണെന്ന് കേട്ടപ്പോൾ എൻ്റെ അമ്മ തകർന്നു പോയി. പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നീടാണ് അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയാണ് ശരിക്കും ഒരു സമാധാനം. അനുഷ്ക ശർമ്മ വിരാട് കോഹ്ലിയൊക്കെ വിരാട് കോഹ്ലി ഇതൊന്നറിയില്ല. അനുഷ്ക ശർമ്മയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. പുള്ളിക്കാരി പോലെ അനിമൽ ലവറാണ്. കേരളം അങ്ങനെ ചെയ്ത ഭയങ്കര മോശമായി പോയി. കേരളമാണ് ചെയ്തത് മൊത്തത്തില്. കേരളം പിന്നെ മലപ്പുറമായി ആ ഏരിയയിലുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞടാ. അതെ നമ്മളല്ലേലും നമ്മള് മോശപ്പെട്ടവരാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പ്രളയം വന്നതും. അതെ കൊറോണ വന്നപ്പോഴല്ലേ കിം ജോങ് അവിടുത്തെ ആളുകളെയൊക്കെ കൊല്ലണമെന്നോ അല്ലേ? അങ്ങനെ ഒരു ന്യൂസ് വന്നില്ലായിരുന്നോ? കൊറോണ വന്ന വരുന്ന ആളുകളെല്ലാം പുള്ളി കൊല്ലണ്ടെന്ന്. അതൊക്കെ ചുമ്മായിരുന്നു. അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ലല്ലോ. പെട്ടെന്ന് വരത്തില്ലല്ലോ, എല്ലാരും കേറ്റത്തില്ലല്ലോ. അതുപോലെ കിം ജോങ് ഉൻ മരിച്ചു പോയെന്നൊരു ന്യൂസിലായിരുന്നു. അതെന്തായിരുന്നു സ്ട്രോങ് ആയിരുന്നു എല്ലാരും. അതിനേക്കാൾ വിറ്റാണ് US ഇലക്ഷൻ ഇവിടെ എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒമേഗകളിൽ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിടാം. അപ്പം അതിനകത്ത് ഇതുപോലെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്ന്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് ട്രംപ് ബൈഡൻ എന്ന് ആദ്യം ചോദിച്ചത്. അപ്പോൾ അയാളിങ്ങോട്ട് ഹൂ കെയർസ്, വൈ ഡു യു കെയർ, യു ആർ ഇന്ത്യൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി അവിടെ ആരാണ്. ഞാൻ ആലോചിച്ചിട്ട് അത് നമുക്കും ഭയങ്കര സംഭവമാണ് US ഇലക്ഷൻ. കാരണം ആണ് അതെ അല്ലേ, ഗ്ലോബലി ഇമ്പാക്ട് ഉണ്ട്. പിന്നെ അവരുടെ ഓരോ സ്റ്റാൻഡ് എല്ലാം നമ്മളെ ഇപ്പം ട്രംപ് വന്ന സമയത്ത് H1B ഒക്കെ കുറെ റിജക്റ്റ് ആവുകയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിവിടുന്ന് എങ്ങനെയും അങ്ങോട്ട് പോകാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇഷ്ടംപോലെ പേര്. ഞാൻ ഫ്രെമൗണ്ട് എന്ന് പറഞ്ഞ സാനോസെ
ഉണ്ടായിരുന്നു, ഒരു കുറച്ചാളുണ്ടായിരുന്നു, ഒരു പഠിത്തത്തിന്റെ ആവശ്യത്തിനൊക്കെ പോയത്. അപ്പം അവിടെ ഫ്രമൗണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അത് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ബിരിയാണിയുടെ ഒരു 6 months ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൂടി പാസ് ചെയ്ത് പോകുമ്പോ ബിരിയാണിയുടെ സ്മെല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇന്ത്യൻസാ. US ആണെന്ന് നമുക്ക് പോലെ. അതുപോലെ ഞാൻ ഒരു പാർക്കിൽ കൂടി നടന്നു പോകുമ്പോ അവിടെ കളിക്കാം മലയാളത്തിൽ, അവിടെ ഓർഡറാന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് അമേരിക്ക തന്നെയാണോ? ഞാൻ രാവിലെ ജെറ്റ് ലാഗൊക്കെ പോകാൻ വേണ്ടി എണീറ്റ് വെയിലത്ത് നടക്കുമായിരുന്നു. അപ്പൊ നടക്കുന്ന സംഭവം ആ ഷിഫ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുമ്പം. അതെ, വ്യത്യാസം മനസ്സിലാവും. ബഹളമല്ല, ഈ വീടിന്റെ എന്തെങ്കിലും പെയിന്റോ അല്ലെങ്കിൽ അങ്ങനല്ല, വീടുകളൊക്കെ അവരുടെ ഇതിലാണ് പണിതിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഒക്കെ സെയിം. വാട്ട് ഐ എം സേയിങ് ഇസ് സ്മെല്ല്, ബിരിയാണിയുടെ സ്മെല്ല്. പിന്നെ നടന്നു പോകുമ്പോൾ കാണുന്നത് മൊത്തം ഇന്ത്യൻസിനെയാണ്. കാരണം ആ ഏരിയ ഒക്കെ ഫുൾ ബേ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ ഫേസ്ബുക്ക് എല്ലാത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സാൻ ഫ്രാൻസിസ്കോ, അവിടെ ഫുൾ ഇന്ത്യൻസ് തിങ്ങി പറക്കുന്ന സ്ഥലമാണ്. അമേരിക്ക ആണോ നമ്മൾ ഡോട്ട് അടിച്ചു പോകും അമ്മാതിരിയാ. കാനഡ അതുപോലെ തന്നെയല്ലേ, ഫുൾ പഞ്ചാബീസ് അല്ലേ കാനഡ ചില സ്ഥലങ്ങളിലൊക്കെ. ഇത് എന്തായിരുന്നു, നമ്മൾ ശരിക്കും ഈ എല്ലാ മാസവും പറഞ്ഞു പോകും. എല്ലാ മാസം ഒന്നും പറയുന്നില്ല, അല്ല തീരാറായല്ലോ, ജൂലൈ ആയി. SC വെർഡിക്റ്റ്, റോയൽ ഫാമിലി. എന്താ സാധനം റോയൽ ഫാമിലി? എന്താ അവർക്കെല്ലാം സ്വത്ത് കിട്ടിയോ അതാണോ? അല്ല, അവർക്ക് അതിലൊരു സേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സുപ്രീം കോടതിയുടെ, ഞാൻ മറന്നുപോയി അത്. റോയൽ ഫാമിലിക്ക് അതിലൊരു കമ്മിറ്റി, എന്തോ ഒരു കമ്മിറ്റിയുടെ ഇതില് റോയൽ ഫാമിലിയും എന്തായിരുന്നു അത്, ഈ അമ്പലത്തിന്റെ കമ്മിറ്റി നടത്തിപ്പവകാശം, നടത്തിപ്പവകാശത്തില് ഇവർക്കും ഒരു ഇതുണ്ട് എന്നുള്ള രീതിയില് വീണ്ടും ഇത്ര ഈ രാജകുടുംബത്തിന് അതിനുള്ള അവകാശം കിട്ടി. അവർ സുപ്രീം കോടതിയിൽ പോയി അവിടുന്ന് വേർഡിക്റ്റ് വന്നതാണ്. അത് പറയാനൊന്നും ഇല്ല. പ്ലെയിൻ ക്രാഷ്, ഓഗസ്റ്റ് പ്ലെയിൻ ക്രാഷ്. വല്ലാതെ ഡിപ്രസിങ് സീനായി പോയത്. അന്ന് രാത്രിയൊക്കെ ഞാൻ വളരെ വിഷമിച്ചാണ് ഉറങ്ങിയത്. ഒന്നാമത്തെ നമുക്ക് കോവിഡെല്ലാം കാരണം വീട്ടിലിരിക്കും. ഇതൊക്കെ ഇതിനു മുമ്പ് സംഭവിക്കുന്നൊക്കെ ഉണ്ട്. ഈ ദുരന്തങ്ങളെല്ലാം കൊല്ലം സംഭവിക്കണ്ടേ. ഇക്കൊല്ലം നമ്മളെല്ലാ ദുരന്തങ്ങളെ അങ്ങോട്ട് ലേറ്റാണ് വീട്ടിലിരുന്നത്. അതാണ് ശരിക്കുള്ള സംഭവം. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളെ ഹിറ്റ് ചെയ്തു. അതുപോലെ സുശാന്ത് സിംഗ് രാജ്പൂത് ആയാലും ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട്. എനിക്ക് വിഷമമായി. കുറെ ആൾക്കാർ മരിച്ചു അല്ലേ? നല്ല ഇർഫാൻ ഖാൻ, ഋഷി കപൂർ, സുശാന്ത് സിംഗ് രാജ്പൂത്, നമ്മുടെ മറ്റേ സച്ചി, പിന്നെ മറ്റേ പുള്ളി ആമേനിലൊക്കെ ഉള്ള പുള്ളി, മീനിട്ട് വെച്ചോ എന്നൊക്കെ പറഞ്ഞു, ശശികലിംഗ. ശശികലിംഗ പുള്ളി പോയി. അയാളുടെ മൂവി, അയാളുടെ ഏതോ ഹോളിവുഡ് ടെനറ്റല്ല, ടോം ക്രൂസിന്റെ കൂടെ മിഷൻ ഇംപോസിബിൾ. റൂസോ ബ്രദേഴ്സിന്റെ അടുത്ത പടത്തിൽ ധനുഷ് ഉണ്ടോ? ധനുഷ് ഞാൻ പറയാൻ വരുമായിരുന്നു. ധനുഷുണ്ട്. ഇന്ത്യ ഭയങ്കര വലിയ ഗോസ്ലിംഗിന്റെ ഒക്കെ ഒപ്പം കണ്ടല്ലേ. അവരില് ഏറ്റവും നല്ല നടൻ ധനുഷല്ലേ, ബാക്കി എല്ലാരും ചെറിയ നടന്മാരല്ലേ. അഭിനയിക്കാൻ കഴിവുള്ള ധനുഷിന്റെ അത്രയും കൾട്ട് ഫോളോയിങ് ഉള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? കാണൂല. ഇല്ല, ശരിക്കും ധനുഷാണ്. ധനുഷിന് കാരണമാണ് ആ പൈസ കിട്ടാൻ പോകുന്നത് ഇവർക്ക്. പക്ഷെ അവരുടെ മാർക്കറ്റിന് അത്ര ഇല്ലല്ലോ നമ്മുടെ മാർക്കറ്റ്. അതുകൊണ്ടല്ലേ ഇന്ത്യൻ മാർക്കറ്റോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഇന്റർനെറ്റ് യൂസേഴ്സ് എല്ലാം നോക്കുമ്പോൾ അവരൊക്കെ അതൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നടനെടുക്കുന്നത്. ഇർഫാൻ ഖാൻ മരിച്ചു പോയിട്ട് ഈ അമേരിക്കക്കാർക്ക് ഇനി കൂടുതൽ ഓപ്ഷൻസ് തപ്പേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇന്ത്യക്കാരനായിട്ട് മറ്റേ സിനിമ ഇന്ത്യക്കാരനുണ്ടെങ്കിൽ പട്ടേൽ ആയിട്ട് വരും. ക്രിസ് സിനിമ ഏതായിരുന്നു? എക്സ്ട്രാക്ഷൻ. അത് ഇന്ത്യയിൽ സെറ്റ് ചെയ്തില്ലേ? ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും. അതില് മറ്റേ പുള്ളിയില്ലേ, എന്താണ്, രൺദീപ് ഹൂഡ. അല്ല, ഹരിഹർ നഗറിലെ സഭാവയുടെ മോനായിട്ട് അവനുണ്ട് പുള്ളിയുണ്ട് അതില്. അയാള് ബംഗാളിയാണല്ലേ, മലയാളി അല്ലല്ലോ. അത് മലയാളിയല്ല. അയാൾക്ക് സൗണ്ട് കൊടുത്ത മറ്റേ അനൂപ് ചന്ദ്രനാണ്. ആദ്യത്തെ ബിഗ് ബോസ് വന്നിട്ടില്ല. ആദ്യത്തെ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു. ടോപ്പിക് ഇപ്പൊ പറയാമെന്ന് അറിയില്ല. ആദ്യത്തെ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു അല്ലേ? അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാബുമോൻ ജയിച്ചതല്ലേ? സാബുമോൻ ജയിച്ചത്. സാബുമോൻ ആർമി. എന്തായിരുന്നു ഒരു പുള്ളിയുടെ ഡയലോഗ് ഇല്ലേ, കാഞ്ഞിരപ്പള്ളി താലൂക്ക് എന്താണ്ട് ഒരു ഇതില്ലേ, സാബുമോൻ അബ്ദുൾ സമദ്. അയാള് മാസ് ഡയലോഗ് അടിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു. പുള്ളി ഗീതയിലെ ലൈനൊക്കെ എടുത്തിടുമായിരുന്നു. അയാൾക്ക് കുറച്ച് അറിവുണ്ട് കേട്ടോ, കുറച്ച് പഠിച്ച മനുഷ്യനാ. അയാളുടെ ഷോസ് എല്ലാം അടിപൊളിയായിരുന്നു. തരികിടായിരുന്നാലും ഷോമാൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും മെഡിക്കലൊക്കെ ജഡ്ജായിട്ട് വന്നിരുന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ തേച്ചൊട്ടിക്കും പുള്ളി. ഒരു എക്സ്പ്രഷൻ പോലും മാറാണ്ട് പുള്ളി കലിപ്പ് പുള്ളിയാണെന്ന് ആദ്യം ഈ തരികടയൊക്കെ
അവതരിപ്പിച്ചൊക്കെ തരികിട തുടക്കം സാബു. ഇപ്പൊ ഓസ്കർ നോമിനേഷൻ കിട്ടാൻ പോവുക. ഏതാ? ഓ ജല്ലിക്കെട്ട് എന്റെ പൊന്നെ. അത് കിട്ടിയ പിന്നെ സാബുമോനൊക്കെ പിന്നെ ആരാ അവിടെ പോവായിരിക്കും അല്ലേ? പിന്നല്ലാതെ പിന്നെ എല്ലാരും പോവും. എല്ലാരും പോവും. ഓ ഡിക്കാപ്രിയോടെ ഒക്കെ അടുത്ത് ഇരിക്കുന്നത്. സംഭവം. ഡിക്കാപ്രിയോ അറിയോ, എനിക്കിപ്പൊ കിട്ടിയുള്ളൂ അറിയോ, എത്ര നാളായെന്ന് അറിയോ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അയാൾക്ക് ഒരുപാട് താമസിച്ചല്ലേ കിട്ടാൻ, ഭയങ്കര ഒരുപാട് സമയം. പക്ഷെ ആ വർഷം വേറെ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഭാഗ്യക്കേടാണ്. അതെ അതെ അതെ. വുൾഫ് ഓഫ് ദ വോൾ സ്ട്രീറ്റിന് കിട്ടിയിരുന്നു. പിന്നെ ഏത് പടത്തിനായിരുന്നു? റെവനന്റ്. ആ അല്ല റെവറൻ അല്ല നോമിനേഷൻ കിട്ടിയിരുന്നു. അങ്ങനെ കുറെ പടങ്ങൾക്കൊക്കെ നോമിനേഷൻ കിട്ടിയിരുന്നു. പക്ഷെ റെവനന്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് ആ ഒറിജിനൽ ലൈഫ് സ്റ്റോറിയാന്ന് പറഞ്ഞപ്പോ പിന്നെയും കുറച്ചുകൂടെ. സൂര്യ പോട്ടർ കണ്ടോ? ഇഷ്ടായോ? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടാ? അല്ല അത് ബയോഗ്രഫി അല്ലേ? ബയോഗ്രഫി അല്ല, ഫിക്ഷണലൈസ്ഡ്. അതിന് ബയോഗ്രഫി എന്നല്ല പറയാ, എന്താ അതിന് പറയാ? അതായത് ഇപ്പം ബയോപിക് അല്ല, അത് ബയോപിക് ഡിഫറെന്റ്. ബയോഗ്രഫി എനിക്ക് മനസ്സിലായി. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എഴുതുന്നതാ ആണോ? അല്ലേ? ശരിക്കും നടന്ന ഒരു കാര്യത്തിന് കുത്തി കയറ്റിയിട്ട് ടൈം ലൈൻ ഒക്കെ എടുത്തിട്ട് അതിന്റെ ഇടയിൽ കഥകൾ അവരവരുടെ MS ധോണിയൊക്കെ ചെയ്ത പോലെ അതന്നെ. പക്ഷെ അവൻ ഭയങ്കര സൂപ്പറായിട്ട് അത് ഡിറ്റോ ആയിട്ട് ചെയ്തല്ലേ, ചെയ്തിട്ടുണ്ട്. അതുപോലെ നടക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ല? എപ്പോഴും ഇന്ത്യ ഏതെങ്കിലും ഒരു റീമേക്ക് ചെയ്യണമെങ്കിൽ മറ്റേ നൈറ്റ് ആൻഡ് ഡേ ബാങ് റീമേക്ക് ചെയ്തില്ലേ? കൊറേ വേണ്ടാത്ത ഡ്രാമ, കൊറേ F1 കാറൊക്കെ ഓടിക്കല്ലോ ഹൈവേ കൂടി. കൂറപ്പടാണോടാ അത്. പാട്ട് അടിപൊളിയാ. ബാങ് ബാങ് രാത്ത് ഡാൻസ് ഒക്കെ ഉണ്ട്. അവന്റെ ചേട്ടനെ കൊന്ന ആളായിരുന്നു ശരിക്കും വില്ലന്മാര്. മറ്റേ ടെററിസ്റ്റും. ഡ്രാമ ആക്ച്വലി ഇന്ത്യൻ സിനിമയിൽ ഉള്ളൊരു സംഭവം. പക്ഷെ ആ സിനിമ എല്ലാവരും ഡാൻസും ലുക്കും കാണാൻ വേണ്ടി, ലുക്കുള്ള നടന്മാരേ ഉള്ളു അതിന്റെ അകത്ത്, എല്ലാരും ഭംഗിയുള്ള ആൾക്കാർ. അതെ അതെ അതെ. അപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ല ബാങ്ക് ഡാൻസ് കാണാൻ വേണ്ടി മാത്രം. ഭാഗി കണ്ടിട്ടില്ല. ടൈഗർ ഷോ കാണണം കേട്ടോ, കാണേണ്ട പടമാണ് ഭാഗി. 1 കാണണേ, കിടലാണ്. കേരളത്തിലാണ് കഥ നടക്കുന്നത്, പക്ഷെ സൂപ്പർ സാധനമാണ്, കണ്ടു നോക്ക്. ഭാഗ്യല്ലല്ലോ ഇവർ രണ്ടുപേരും KO ലല്ലം GA അത്തുമുത്ത. അതെ, അതിനകത്തൊരു ഒരു സീനില്ല, ഒരു മാഗസിൻ. അതിനകത്ത് അതിന്റെ ഡയറക്ടറിന് അല്ലെങ്കിൽ ആർട്സിന് ഏതെങ്കിലും മലയാളം മാഗസിൻ തപ്പി അതിന്റെ ഒരു മതിയായിരുന്നു വനിത. പക്ഷെ ഇതിനകത്ത് എഡിറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് മലയാളത്തിൽ GA അത്മുത എന്ന് എഴുതിയേക്കുന്നത് ടൈറ്റിൽ. ചുമ്മാ എന്തേലും ഒരു മലയാളം വാക്ക് കാണുമല്ലോ. അപ്പൊ GA അത്മുത. എന്നിട്ട് അവളുടെ ശ്രദ്ധാ കപൂറിന്റെ ഒരു പടവും. ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ വൈകുന്നേരം എല്ലാം ഇങ്ങനെ പൊതുവെ ഇപ്പൊ ഷോ ബിസിനസ്സിൽ കയറാൻ താല്പര്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് അഭിനയിക്കാവുന്ന കഴിവൊന്നുമില്ല. സ്റ്റേജിൽ സംസാരിക്കാൻ ആണോ ഇഷ്ടം? സംസാരിക്കാൻ ഇഷ്ടം, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടം. ഇപ്പൊ ചെയ്യുന്ന ജോലി ഇഷ്ടമാണോ? ഇപ്പൊ ചെയ്യുന്ന ജോലി ഇഷ്ടമാണ്. അതിലും കൂടുതൽ ഇഷ്ടം ഇതാണ്. ആണ് എന്ത്? പോഡ്കാസ്റ്റിംഗ്, അങ്ങനെയൊക്കെ കോമഡി റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഐ ട്രൈ സ്റ്റാൻഡ് അപ്പ് ടു സീ വെദർ ഐ ക്യാൻ ഡു ഇറ്റ് ഓർ നോട്ട്. ചിലപ്പോൾ ഹിറ്റ് ആയാലോ? ഉറപ്പായിട്ടും. ഹിറ്റായില്ലെങ്കിലും ഇത് ഒരു നല്ലതല്ലടാ. കുറെ നാൾ കഴിയുമ്പം ചുമ്മാ എടുത്ത് വെച്ച് എന്താ ഹിറ്റായ ജോലി വിടുമെന്ന് വിടും. നല്ല പൈസ കിട്ടും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഹിറ്റാവണ്ടേ? പറയുന്ന പോലെ ഈസി അല്ല. ജനറിക് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് അടിപൊളി സാധനം ഇറക്കിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാർ എന്തായാലും അടിപൊളി സാധനം ഇറക്കണം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിയലി ജനറിക്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഇമോഷണലി റിലേറ്റബിൾ ടു ദം. അറ്റ്ലീസ്റ്റ് റിലേറ്റബിൾ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു മല്ലു കണ്ടന്റ് പറയുകയാണെങ്കിൽ അവർക്കത് അങ്ങനെ റിലേറ്റ് ആയില്ലെങ്കിൽ ഇമോഷണലി എങ്കിലും റിലേറ്റബിൾ ആയിരിക്കണം. അങ്ങനെയൊക്കെ നല്ല പാടാണ് കണ്ടന്റ്. പിന്നെ പെണ്ണുങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? പെണ്ണുങ്ങൾ ഒരുപാട് കുറച്ച് പേരേ ഉള്ളൂ ഇതിൽ. അതുകൊണ്ട് തന്നെ അതെ. പക്ഷെ പെൺപിള്ളേർ കോമഡി പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, കുറെ എന്ന് വെച്ചാൽ വളരെ കുറവാണ്, സത്യമായിട്ടുള്ള കാര്യം പറയാം. കുറെ ആൾക്കാർ കാണും, പക്ഷെ എന്റെ വരയത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ മറ്റേ കിടിലം ക്ലാസ് കോമഡികൾ പറയുന്ന മിക്ക പെൺപിള്ളേരും ചളിയാണ് ഉള്ള കാര്യം പറയല്ലോ. പിന്നെ ഞാൻ വേറെ സെൻസിൽ പറയുന്നതല്ല, ചളി എടുക്കുന്ന രസമാണ് പിള്ളേരുടെ കൂടെ ഇരിക്കാൻ. പക്ഷെ ചില ക്ലാസിക് സാധനങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മളോട് പഠിച്ച പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വർഷ, അവൾ ഇടയ്ക്ക് നിർത്തിപ്പോയി. അവൾ മാരെ കിടിലം കോമഡി ആയിരുന്നു. പക്ഷെ റാംബ്ലിംഗ് മോൾസും അടിപൊളി കോമഡിയാണ്. ഈ ലെവലിൽ അപ്പം ആ ലെവല് സാധനം
പറയുന്ന ആൾക്കാർ ഞാനിപ്പോ കണ്ടവരില്ലേ ബ്രദേഴ്സ്, അവരുടെ കൂടെയാണ് വളർന്നത്. അപ്പൊ അവരൊക്കെ ഭയങ്കര കോമഡിയാണോ? അല്ല, അവരൊക്കെ ഭയങ്കര കോമഡിയാന്നല്ല, ഞാൻ ഫാസ്റ്റിൽ സംസാരിക്കുക, അതൊക്കെ അവര് കാരണമാണ്. ഞാൻ എന്തെങ്കിലും പിന്നെ അവിടെ പറ നിർത്തുന്നത് വേഗമായിട്ട് കഥ തീർക്ക് ഇങ്ങനെ ഇവന്മാര്. അങ്ങനെ ഞാൻ വേഗം പറഞ്ഞാണ് ഇത്ര ഫാസ്റ്റിൽ സംസാരിക്കാൻ പഠിച്ചത്. അപ്പൊ കുറെ പേര് പോഡ്കാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, എന്തൊരു ഫാസ്റ്റിൽ സംസാരിക്കണേ, പതുക്കെ സംസാരിക്കുക. ഇനിയിപ്പോ നമ്മുടെ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഇതൊന്ന് സ്ലോ ഉണ്ട്. ശരിയാ പണിയാണല്ലോ. കുഴപ്പമില്ല, അത് കാരണമായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഷോ കാണുമ്പോൾ. ഇപ്പോൾ സംസാരിക്കുന്ന രീതി ഒന്നും മാറ്റാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതുപോലത്തെ നല്ല കോമഡി പറയുന്ന പെമ്പിള്ളേർ കുറവാണ്, പക്ഷെ കുറെ പേരുണ്ട്, അടിപൊളിയാണ്. അപ്പം ആ ഒരു സാധനം, പക്ഷേ ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ മെയിൻ സാധനം എന്താണെന്നറിയോ? കോൺഫിഡൻസ് ആണ് മെയിൻ. ഫണ്ണി, അത്രയും ഫണ്ണി അല്ലെങ്കിലും പറയാൻ പറ്റണം. ശരിയാണ്. ഒട്ടും വിൽക്കാതൊക്കെ വിറയ്ക്കും, അത് ഉറപ്പാണ്. പ്രാവശ്യമായി ഞാൻ എന്തായാലും വിറയ്ക്കും, കാണിക്കാൻ പാടില്ല. പിന്നെ നമ്മളൊക്കെ കുറെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. അവിടെ നിന്നാണ് ഈ കോൺഫിഡൻസ് കയറുന്നത്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ 26 വയസ്സാണ്, ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇൻ എവറി വേ ഐ ഹവ് അക്സെപ്റ്റഡ് മൈസെൽഫ്. അതുകൊണ്ട് കുറേ പേടിയൊക്കെ ലൈക്ക് ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ദാറ്റ്സ് ഓക്കെ, ഐ മീൻ നോട്ട് എവറി വൺ വിൽ ലൈക്ക് മീ, അത് ദാറ്റ്സ് ഓക്കെ. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് വന്നതുകൊണ്ട് ഐ എം ഓക്കെ ടു പെർഫോം വിത്ത് ലൈക്ക് ഏതൊരു ഗ്രൂപ്പിലും പെർഫോം ചെയ്യാൻ ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. പിന്നെ പേടി ഉണ്ടാവും, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ എന്തായാലും പേടി ഉണ്ടാവും, പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ഫോർ ഷുവർ അറ്റ്ലീസ്റ്റ് വൺസ്. കോമഡി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ രാവിലെ എണീറ്റ് എന്തെങ്കിലും ഫണ്ണി കാണാൻ താല്പര്യം. ഇപ്പോൾ മലയാളമാണോ ഇംഗ്ലീഷാണോ അങ്ങനെ ഒന്നുമില്ല. ഐ വാച്ച് ഫ്രം ലൈക്ക് ഏത് രീതിയിലുള്ള SNL മുതൽ ഇവിടെയുള്ള ഇതുവരെ എല്ലാം ഞാൻ കാണും. ഫണ്ണി സിനിമയിലെ പണ്ടത്തേക്ക് എടുത്തിരുന്ന് ഞാൻ കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫണ്ണി സാധനങ്ങൾ കാണാനും പറയാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇനി ഉള്ളത് ഇനി നിർത്തുന്നുണ്ടല്ലോ. ഇതോടുകൂടി നിർത്തുവാണോ? അല്ല, വിപ്രണാശമുണ്ട്. എന്താ പറയാ, അത് ഞാൻ എഴുതാൻ കാരണം ക്രിഞ്ച് സാധനങ്ങൾ ഹിറ്റ് ആവണ ഒരു കൾച്ചറില്ലേ. ഞാൻ കേട്ടില്ല, എന്തായിരുന്നു വിപ്രണാശം? നീ വിഷ്ണുദത്ത പരുതീർ പൂവിനെ പിച്ച് ചിന്തി കൊന്നു. ആ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയില്ലായിരുന്നോ? വിഷ്ണു പോലീസുകാരന്റെ DIG ആയിട്ട് പ്രൊമോഷൻ കിട്ടിയ ദിവസം രാവിലെ ഹാപ്പി മൂഡ് പീസ്, പിന്നെ വൈകുന്നേരം ആകുമ്പോ ഫാമിലി എല്ലാരും ചത്തു. മോനെ കാലില് വെടിവെച്ചു മോനെ കൊന്നു. സ്വയം വെടിവെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചാവും. ഇതുപോലെ തന്നെയല്ലോ മറ്റേ ജ്ഞാനായ അതിനകത്ത് കുറെ BGM ഒക്കെ ഉണ്ട്. നമ്മളെല്ലാരും മനുഷ്യരെല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ജ്ഞാനായക്കാര് ഞാൻ യൂട്ടേൺ എടുത്ത് ഇങ്ങനെ ഇല്ല, അവരുടെ ഇതാ ഞങ്ങള് പൊളിയാ, അതാണ് അവരുടെ മൈൻഡ് സെറ്റ്. ഓക്കെ, നിങ്ങൾ പൊളിയാണോ? ഓക്കെ, ഞങ്ങൾ പൊളിയാണ്ട് ഞങ്ങൾ പൊളി പുറത്തേക്ക് വിടില്ല. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ അകത്തുള്ള മാക്സിമം പൊളിയാണ്. അതെ, ഉള്ളിൽ നിന്ന് പൊളിക്കുന്നത്. ഈ ചിലരുടെ ഇൻസ്റ്റാഗ്രാം ബയോ കണ്ടിട്ടുണ്ടോ? ട്രൂ ജ്ഞാനായ, പ്യുവർ ജ്ഞാനായ. എടാ, എനിക്ക് പക്ഷെ ഈ ഇത് ഇറങ്ങുന്നവരെ എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു എന്താണ് ഈ സാധനം. ഞാൻ കേട്ടിട്ടുണ്ട് ജ്ഞാനായ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പേര് കേട്ടിട്ടുണ്ട്. ഇത് ഇറങ്ങിയപ്പോഴാണ് മൊത്തത്തിൽ അതിനെപ്പറ്റി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ ക്രിഞ്ച് കണ്ടന്റ് ഇപ്പൊ ഹിറ്റ് ആവണേ അതൊരു ടൈപ്പ് ഓഫ് ഒരു മെന്റാലിറ്റി ആണ്. സെൽഫ് പാറ്റിംഗ് ആണ് നമുക്കത്. ഞാൻ ഒരു കാര്യം ബെറ്റർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാനൊരു ഇപ്പൊ സന്തോഷ് പണ്ഡിന്റെ സാധനം കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു ഞാൻ ഇതിലും ബെറ്റർ ആണെന്ന് എൻജോയ് ക്രിഞ്ചിലാണ് നമ്മളത് എൻജോയ് ചെയ്യുന്നത്. ടിക്ടോക്കിലായാലും അപ്പൊ ഈ വിപ്രനാശം പോലെ പിന്നെ വേറൊരു കുഞ്ഞി ഒരു ചെറുക്കം തുടങ്ങിയില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെയുള്ള ടിങ് ടിങ് അടിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ക്രിഞ്ച് കണ്ടാനൊക്കെ ഇപ്പൊ പെട്ടെന്ന് കയറുന്നത് ആ ഒരു ട്രെൻഡ് ഉണ്ട്. ശരിക്കും ലോക്ക്ഡൌണിന്റെ ഒരു ഇതില്ലേ ആ സമയം. എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ക്രിഞ്ച് കാണാൻ. ഈ ക്രിഞ്ച് ടിക്ടോക്സ് ഉണ്ട്, ഈ ഹിന്ദിക്കാരുടെ ക്രിഞ്ച് ടിക്ടോക്സ് ഉണ്ട്, ഇങ്ങനെ കരയുന്ന ക്രൈയിങ് ടിക്ടോക്കേഴ്സ് ബ്ലൈൻഡ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് 5 മിനിറ്റിനുള്ളിൽ ഒരു കഥ അങ്ങോട്ട് അല്ലേ. അതിനേക്കാൾ ക്രിഞ്ചാണ്. ഒരെണ്ണം കണ്ടല്ലേ, ഒരു മറ്റേ തട്ട ഇട്ടൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ തട്ടം പെട്ടെന്ന് ഉരുപോകും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴത്തേക്കും മൂന്നാണുങ്ങളിൽ നിന്ന് വെറും 3 ആണുങ്ങൾ, ഒരു ക്രിസ്ത്യൻ, ഒരു ഹിന്ദു, അവരിങ്ങനെ വന്ന് ഫ്രണ്ടിൽ നിൽക്കും. ഇവിടെ ആരും കാണാൻ അവര് നോക്കത്തില്ല. അത് മറ്റേ മാല കൊണ്ട ഒരാള് തലക്കെട്ട്, ഒരാള് ചന്ദനം, ഇങ്ങനെ നിൽക്കുക ഇവള്. അപ്പൊ ബാക്കിൽ ആരും കാണാതെ ഇവള് പെട്ടെന്ന് അത് ഓക്കെ മതസൗഹാർദ്ദം BGM ഇടുമ്പോഴേ അത് എഫക്ട് ചെയ്യത്തുള്ളൂ. ഏതായാലും സൂപ്പർ BGM കാണും. ഈ സെയിം സാധനം ഹിന്ദിയിൽ മാത്രം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. മലയാളികളും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇതുപോലത്തെ സാധനം ചെയ്യാനായിട്ട്. ഇപ്പം
ഈ ഏറ്റവും കോമഡി എന്താണെന്ന് അറിയോ, ടിക്ടോക്ക് എടുത്തിട്ട് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരിക്കണു, ഇപ്പുറത്ത് രണ്ട് സ്ക്രീൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരാൾ അവിടെ പെർഫോം ചെയ്യണേന്റെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു റിയാക്ഷൻ. ചുമ്മാ ഞാൻ ഇങ്ങനെ നോക്കി ചിരിച്ചിരിക്കണതാണ് അവരുടെ. എന്നിട്ട് അതെടുത്ത് അല്ല അത് സംസാരിക്കണില്ലേ അയാളെ, ഇടയ്ക്ക് നിർത്തി സംസാരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ക്രീനില് പറഞ്ഞോണ്ട് അല്ല ചുമ്മാ അയാള് എന്തെങ്കിലും കോമഡി ആണ് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ വീഡിയോ. അതിലൊക്കെ എന്താണ് എന്റർടൈൻമെന്റ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. ഇടയ്ക്ക് വെച്ചൊരു ഒരു ഇന്തോനേഷ്യയിൽ ആരാണ്ട് 3 മണിക്കൂർ വീഡിയോയിൽ വെറുതെ ഇരുന്നു. അത് ഹിറ്റായി. അതിന് മില്യൺ വ്യൂസ് ഒക്കെ. 3 മണിക്കൂർ അയാൾ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ക്യാമറലോട്ട് പോലും നോക്കുന്നില്ല, സൈഡിലോട്ട് നോക്കിക്കൊണ്ട്. ഞാനും ഇടയ്ക്ക് പറയും നമുക്കൊരു പോഡ്കാസ്റ്റ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് 3-4 പേര് ഇടയ്ക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കണം വെറുതെ. വേറൊരു പെണ്ണങ്ങാണ്ട് ലൈവ് സ്ട്രീം ചെയ്തില്ല, എന്റെ കൊച്ചിനെ നോക്കിക്കോന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം കുട്ടി അവിടെ വച്ചിട്ട് പുള്ളിക്കാരി പോയി, എന്നിട്ട് ലൈവ് സ്ട്രീം ചെയ്തോണ്ട് അങ്ങനെ എന്തോ ടേക്ക് കെയർ ഓഫ് മൈ ബേബി അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ആൾക്കാർ കാണും, വാർത്തയായില്ലേ. പിന്നെന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ? പബ്ജി ബാൻ. ഓ അത് നിങ്ങൾക്കാണ്, എനിക്ക് ഞാൻ പബ്ജി ഒന്നും പബ്ജി ബാൻ വിഷമൊന്നും വന്നില്ല. പക്ഷെ ശരിക്കും ബാൻ ചെയ്തില്ല, ബാൻ ചെയ്തിട്ടേ ഇല്ല പബ്ജി ശരിക്കും. അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്ലേ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ എടുത്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാത്ത സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ 4G വരുന്നുണ്ട്. 4G കുറെ നാളെ പറയണം, ഇപ്പൊ വരും, ഉടനെ വരും. നല്ല കൂറെ ആയിരിക്കും ചിലപ്പം. അത് വേറെ ഏതോ ഗെയിമിന്റെ സ്ക്രീൻ ഇതാണ് എടുത്ത് അതുകൊണ്ടാണോ പബ്ജി ഇപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ ഇവര് സമ്മതിക്കാതെ? കുറെ നാളായില്ലേ പബ്ജി തിരിച്ചു വരാൻ ഇത് ബിജെപിയുടെ നന്നായിരുന്ന കൊള്ളായിരുന്നു. അത് തന്നെ ജ്വാലാമുഖി ലോഡിയുമ്പോ മോഹൻലാൽ ഇങ്ങനെ ജ്വാലാമുഖി കത്തുന്ന നെഞ്ചിൽ പടരാ. രസമായിരുന്നു. മേജർ മഹാദേവനാണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്. പബ്ജി നമ്മള് കളിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ചാൽ നിർത്തി. പിന്നെ എന്തുവായി, നമ്മള് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച്. പക്ഷെ മെയിൻ സാധനം കൗണ്ടർ സ്ട്രൈക്ക് ആയിരുന്നു. കൗണ്ടർ സ്ട്രൈക്ക് ഒരു റൂമിൽ ഒരു 10 പേര്, ഷൂട്ടിംഗ് ഗെയിമാ. ലാൻഡില് കളിക്കുന്ന ബോസ് വിജയം. അതെ, അതിലെ കിടിലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗെയിമിംഗ് ശരിക്കും സ്പോർട്സ് പോലെ തന്നെയാണ്. ഒളിമ്പിക് ഇവന്റ് ആക്കും ചിലപ്പോൾ, മിക്കവാറും ഉടനെ ആക്കും. സ്കേറ്റ് ബോർഡിങ് ഒളിമ്പിക് ഇവന്റ് ആക്കിയടാ. ഒളിമ്പിക് ബ്രേക്ക് ഡാൻസിങ് ബ്രേക്ക് ഡാൻസിങ് ഒളിമ്പിക് ഇവന്റ് ആക്കും. ആലോചിച്ച് നോക്കിയേ, ഇനി ഉടനെ ഒരു 5 വർഷത്തിനുള്ളിൽ കൗണ്ടർ സ്ട്രൈക്ക് ഒളിമ്പിക് ഇവന്റ് ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൗണ്ടർ സ്ട്രൈക്ക് അല്ല, ഏതെങ്കിലും കൺസോൾ ഗെയിമിംഗ് ഏതെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ, കോൾ ഓഫ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന ഒരു ടീം പൊളിയായിരിക്കത്തില്ല. ഇന്ത്യയുടെ ഫ്ലാഗും പിടിച്ചു മറ്റേ ഗെയിം ഹൗസ് എല്ലാം നടക്കും. അടിപൊളിയായിരിക്കും. പിള്ളേര് കളിക്കട്ടെ, അതൊക്കെയാ ഫ്യൂച്ചർ. അതെ, ചെസ് സ്പോർട്സ് ആണെങ്കിൽ വീഡിയോ ഗെയിം സ്പോർട്സാ അല്ലേ? ചെസ്സിലെന്തോ അനങ്ങുന്ന പോലും. ഞാൻ ഇന്നലെ ഒരു സാധനം കണ്ട്, ഒരാളെ CV ആക്കി അയച്ചത് പുള്ളിയുടെ ഫിഫ മാനേജർ മോഡിലെ കരിയർ. പുള്ളി ഏതോ 3rd ഡിവിഷൻ ക്ലബിനെ എടുത്തുകൊണ്ട് ഒന്ന് ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ച്, അല്ല പ്രീമിയർ ലീഗ് കയറ്റി ഏതോ ഒരു ക്ലബിനെ കൊണ്ട് യൂറോപ്പ ലീഗ് അടുപ്പിച്ച്. എന്നിട്ട് ഇത് ഇയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു CV ഇയാൾ ഏതോ കമ്പനിക്ക് അയച്ചു കൊടുത്ത് അയാൾക്ക് ജോലി കിട്ടി. എന്ത് ജോലി എന്താണെന്ന് എനിക്ക് സ്പോർട്ട് ബൈബിൾ കൊണ്ട് ഇട്ട ഒരു സാധനമാണ്. ഞാൻ അത് കാണിച്ചു തരാം. അതിന്റെ ബാക്കി ഞാൻ ലിങ്ക് വായിച്ചിട്ടില്ല. ഇത്ര വർഷം ഗെയിം കളിച്ച മാനേജർ കരിയർ. ആർക്കിടെക്ട്സിന് ഫുള്ള് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം മൈൻക്രാഫ്റ്റില്. വീട് തൊട്ട് ഫുൾ സിറ്റി ഉണ്ടാക്കാം, ജോലി കിട്ടും. അത് അങ്ങനെ അടുത്ത് പറ. ബോബി ചൻ പക്ഷെ എനിക്കിപ്പം ഇഷ്ടപ്പെട്ടു തുടങ്ങി. നല്ല മനുഷ്യൻ. അയാളുടെ കാശ് ചെലവാക്കുന്ന, അയാൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, നല്ലത് മാത്രം ചെയ്യുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് ബോസ് മീറ്റപ്പ് എന്ന് പറഞ്ഞത്. പുള്ളി വന്നിട്ടൊക്കെ സംസാരിക്കും, നല്ല രസമായിരുന്നു. സഞ്ജു ടെക്കിയൊക്കെ വന്ന് പുള്ളിയുടെ ചോദിച്ചൊക്കെയല്ലേ ഞാൻ കണ്ടത്. ഭയങ്കര PR ആടാ ഇയാള് എന്ത് എപ്പോഴും ന്യൂസിലുണ്ടല്ലോ. ഇയാള് എന്തെങ്കിലും ട്രോളല്ലേ, ഇയാൾക്ക് തന്നെയാണ് ഉപയോഗം. ഇയാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ അയാൾക്ക് എന്താണ്, അയാൾക്ക് എന്തൊരു വിഷയമേ അല്ല. പ്രളയത്തിന്റെ ഇടയ്ക്ക് ഓർക്കുന്നുണ്ടോ,
ഇയാള് സ്വിം സ്യൂട്ട് ഒക്കെ ഇട്ടുണ്ട് ഒരു അപ്പൂപ്പനെ, വെള്ളമില്ല ഇവിടെ, സ്കൂബ ഡൈവിങ്ങിന്റെ സൂട്ട് അല്ലേ, മുട്ടിന് താഴെയുള്ള വെള്ളം, അതിന്റെ ഇടയിൽ കൂടെ ഒരു അപ്പൂപ്പനെ പൊക്കി എടുത്തോണ്ട് ഓടി വരും. അതാ ഫുൾ ഇതുവരെ ഉണ്ട് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്, തല മുകളിലാണ്. പക്ഷെ അങ്ങനെ ഒന്നുകൊണ്ടും അഫക്റ്റഡ് ആവാത്ത വേറൊരാളാണ് ജഗദീഷ് ശ്രീകുമാർ, അല്ല ജഗദീഷ്. ജഗദീഷ് കിടിലമാണ്. എത്ര നാളെ കളിയാക്കണം, ഇപ്പോഴും പാടുണ്ട്, ഒരു പ്രശ്നം. പുള്ളിയെ കളിയാക്കി പാട്ടുണ്ടാക്കി ഒരു പ്രശ്നമില്ല പുള്ളിക്ക്. അല്ല, ഫിലിം ഫീൽഡിലുള്ള ആരോ എൻ്റെ അടുത്ത്, ഞാൻ ആരോ കണ്ടപ്പോൾ ഇതേ പറഞ്ഞാണ്, ജഗദീഷൊക്കെ ഒറ്റ ടേക്കിലാണ് എല്ലാം ചെയ്യുന്നത്. നീയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ തന്നെ പറഞ്ഞു, ഒറ്റ ടേക്കിലെല്ലാം ചെയ്യുന്നത്. ആള് ഏതോ ഫിലിം ഫീൽഡിലുള്ള ആളെ കണ്ടപ്പോ പറഞ്ഞാണ്, ഞാനാണ് പറഞ്ഞത്. അല്ല, എന്റെ അടുത്ത് വേറൊരാള് പറഞ്ഞാണ്, ഇയാൾക്ക് ഫിലിം ഫീൽഡിലുള്ള ഒരാള്. ആ അങ്ങനെ പുള്ളിക്ക് വർഷങ്ങളിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവരും. അല്ല, പുള്ളി നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്. ട്രോളിൽ എന്തോരം കളിയാക്കണോ, പിഷാറിന്റെ ഒക്കെ എന്തോരം കളിയാക്കിക്കണോ അയാളുടെ സ്കിറ്റിലൊക്കെ. പുള്ളി ഇപ്പോഴും തേരി മേരിയൊക്കെ പുള്ളി ഏത് പാട്ടാണെങ്കിലും പുള്ളിക്ക് ഇഷ്ടമുള്ള പാടും. ഈ കഴിഞ്ഞ ദിവസം പാടിയായിരുന്നു, ഏതായിരുന്നു, രജനീകാന്തിന്റെ ഒരു പാട്ടൊക്കെ എടുത്ത് സൊടക്കാണ് ഹിറ്റായി പോയത്. പക്ഷെ ബോബിച്ചായൻ കിടിലാണ്. ട്രോള് ആരെങ്കിലും അഫക്ട് ചെയ്യോ? ഇത് അയാൾ ശരിക്കും മറ്റേ തോക്ക് ഗുണ്ടൊക്കെ കൊടുത്തു പറഞ്ഞൊക്കെ ശരിയായിരിക്കുമോ? ഇടയ്ക്ക് വെച്ച് ഡോൺ ആവാൻ വേണ്ടി മുംബൈ പോയി, ഉറപ്പല്ലേ? പക്ഷെ അതൊക്കെ മാർക്കറ്റിംഗ്, ഇതെല്ലാരും സംസാരിച്ചു തുടങ്ങി അയാളെ പറ്റി. PR ഫുൾ സ്റ്റണ്ട്. ശരിക്കും അയാൾ നമ്മളെ കളിയാക്കുന്നെങ്കിലോ? ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, അവന്മാരെ അത് എടുത്തോളൂ. പരസ്യത്തിന് കൊടുക്കുന്ന പൈസ ചുമ്മാ ഫ്രീ ആയിട്ട് മണ്ടന്മാര് ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അതായിരിക്കും. അത് തന്നെ അയാൾ അതിനകത്ത് ആദ്യം പറഞ്ഞത്, ട്രോളന്മാരോട് എനിക്ക് ഒരുപാട് സ്നേഹമാണ്, നിങ്ങൾ ഇനിയും ട്രോൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത്. സമയത്ത് ട്രോളാണ് നമ്മളെല്ലാരും. അയാൾക്ക് ന്യൂസിൽ ചാനലിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളും ലാഭമല്ലേ? ചുമ്മാ എല്ലാരും ചുമ്മാ ഷെയർ ചെയ്യുമല്ലോ. അത് കേട്ടപ്പോ എനിക്ക് വിഷമപ്പെടാ. എല്ലാരും ഡിപ്രഷനിലാണ്, അവർക്ക് സന്തോഷത്തിന് വേണ്ടി. എന്നെ കണ്ട് ഞാനൊരു കോമാളിയായി ചിരിക്കട്ടെങ്കിൽ ചിരിക്കട്ടെ. പാവം. എന്താ പറയുന്നത്? ക്യാപ്ചർ വേൾഡ് വിത്ത് ലവ്. ഇതുണ്ട്. അയാളാണ് ശരിക്കും ബ്രാഞ്ച് ചേട്ടൻ അല്ലേ? ശരിയാണ്. വിമൻ ഹാവ് ലെഗ്സ് മൂവ്മെന്റ് കുറെ കാലുകൾ കണ്ടായിരുന്നല്ലേ? അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞില്ല, ആംഗ്ലമാർ. അതെ അതെ, ആംഗ്ലമാരാണ് ആദ്യം ഒഫൻഡ് ആവുന്നത്. അനശ്വര രാജനായിരുന്നു ഏറ്റവും കൂടുതൽ. അല്ല, വേറെ ക്വസ്റ്റ്യൻ എന്നതാണ്, എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ നേടുന്നത്? കുറെ കാലം കാണിച്ചു, എന്തുവാണ് ഇതുകൊണ്ട് നേടുന്നത്? എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ് നമുക്ക് സംഭവിക്കണമെങ്കിൽ ഇപ്പം അതിന് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെന്റ് കൊണ്ട് ഒരു വലിയ ഡിസ്കഷൻ നടക്കും, ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് വരും, കുറെ പേര് അതിനെതിര് വരും, കുറെ പേര് അതിന്റെ അങ്ങനെ പല വോയിസസ് വരും. ആ വോയിസസിൽ നിന്നാണ് പതുക്കെ ഒരു മൈൻഡ്, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ്. ഇപ്പൊ രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരാള് പണ്ടൊരു ടോക്ക് ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പൊ എന്തൊരു ചിലയാണ് പറയണത്. അതായത് സ്ത്രീകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഇന്ന് ആരും അങ്ങനെ പറയുന്നില്ല. ഇന്ന് എല്ലാ സ്ത്രീകളും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരാണ്. അത് വളരെ നോർമലൈസ്ഡ് ആയി. രഞ്ജിനി ഹരിദാസിനെ പോലെ അവനവന് വേണ്ടി ഉറക്കെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ആളുകളെല്ലാം ഇന്ന് നോർമലൈസ്ഡ് ആയി. ആ ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ് വന്നത് ഇതുപോലത്തെ ചെറിയ മൂവ്മെന്റ്സിൽ നിന്നാണ്. ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നതും അതിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതും ഒരു ചേഞ്ച്. ചിലപ്പോൾ ഈ തോട്ട് പ്രോസസ്സിലോട്ട് തുടങ്ങുന്നവരുണ്ടല്ലോ, ഇങ്ങനെ ആംഗളമാരാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് അങ്ങനെ ഡിസ്കഷനൊക്കെ കാണുമ്പോൾ അവരുടെ മൈൻഡ് മാറും. ശരിയാണ്. ഒരു ആംഗാൻ വേണ്ടി ആവാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളില് പെട്ടെന്ന് കാണുമ്പോൾ ശരിയാണെന്ന് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. അതെ, പലരും അതിനെപ്പറ്റി എഴുതുന്നൊക്കെ ഉണ്ട്, അത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിക്കണേ, അങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം അപ്പം എല്ലാവരും കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഹത്രാസ് കേസ് നടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു. ഒരിക്കലും കേസിനെ പോലും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഹത്രാസ് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടിലെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഇതിൽ നിന്ന് അത് ദളിതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒരു വലിയ ഫാക്ടറാണ് ഹത്രാസ് കേസ് നടന്നതിൽ. പുള്ളിക്കാരി ദളിതാണ്, അവിടെയാണ് പുള്ളിക്കാരി റേപ്പ് ചെയ്യപ്പെട്ടത്. അപ്പൊ രണ്ട് വലിയ മേജർ ഫാക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ എല്ലാത്തിലും പറയണം, ഒപ്പീനിയൻ പറയണം. അതെ അതെ അതെന്താ അപ്പൊ നീ എവിടെ പോയേക്കുമായിരുന്നു, ഇപ്പൊ സംസാരിക്കുന്ന എന്തിനാ? അതെ അത് എല്ലാത്തിനും സംസാരിക്കണം. അതായത് ഫെമിനിസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്ത് അപ്പൊ ചോദിക്കണം മറ്റേ സംഭവം ചെയ്തപ്പോൾ എവിടെയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാകാത്ത, അങ്ങനെയുള്ളവർ മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വുമൻ ഹാവ് ലെഗ്സ് മൂവ്മെന്റ് ഒരു കുറച്ചും കൂടി പ്രിവിലേജ് സ്പേസിൽ നിന്നിട്ടുള്ള ആളുകളിൽ നടത്തിയ ഒരു മൂവ്മെന്റും കൂടിയാണ്. പല സ്ത്രീകളും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഫെമിനിസ്റ്റ് വോയിസസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും.
ആയിരിക്കും. ഇപ്പോൾ റിമാക്ക് അല്ലെങ്കിൽ അനശ്വര എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി പ്രിവിലേജ് സ്പേസിലാണ്. പുള്ളിക്കാരി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ്. എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണോ, നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഇങ്ങനെയുള്ള രീതിയിൽ ലൈംഗിക ചൊവ്വയിൽ സെക്സിസ്റ്റ് ആയിട്ട് ഒരു പുരുഷൻ ഫുൾ ബോഡി കാണിച്ച് ഇത് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഹാർഡ് വർക്ക് ആണെന്ന് പറയുന്നത്. ഒരു സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കാല് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ലൈംഗിക ചൊവ്വയിലൂടെ സംസാരിക്കാൻ തോന്നുന്നു എന്നാണ് അതാണ് അവളുടെ രാഷ്ട്രീയം. അപ്പോൾ ഓരോ സ്ത്രീയും സംസാരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന കാര്യത്തിലുള്ള അവരുടെ വോയിസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ മറ്റേ കേസിൽ നിങ്ങൾ എവിടെയായിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇപ്പം മറ്റേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അതിൽ ആ സമയത്തും ഈ പുള്ളിക്കാരി ആത്മഹത്യ ചെയ്ത പറഞ്ഞ് ഒരാൾ ഇട്ടതെന്ന് വെച്ചാൽ സ്ത്രീക്ക് ശരീരമാണ് എല്ലാം, അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുക, ആണുങ്ങളൊക്കെ വൃത്തികെട്ടവന്മാരാണ്. അതായത് പിന്നെയും ആ ഒരു ഗ്യാപ്പ്, സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, പിന്നെ ആണുങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണ്, നിങ്ങളുടെ ശരീരം സൂക്ഷിച്ചോ, നിങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടവരാണ്, ലൈഫ് ഫുൾ. എന്തിനാണ് ലൈക്ക് ഞാൻ വിശ്വസിക്കണമെന്ന് വെച്ചാൽ, ഞാൻ സ്യൂഡോ ഫെമിനിസ്റ്റ് അല്ല, ഒന്നുമല്ല, ഇക്വാളിറ്റി ഈസ് ദ ഓൺലി തിങ്. അപ്പം ഈ ചിമൻഡി നിഗോഷി അഡിച്ചെ എന്ന് പറഞ്ഞൊരു സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ഉണ്ട്, പുള്ളിക്കാരി ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ചിമൻഡി നിഗോഷി അടിച്ച് അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരി, ചിമ്മമണ്ടി എന്തോ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരുടെ പേര്, സൗത്ത് ആഫ്രിക്കൻ ആണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് നമ്മളിപ്പം പറയുമ്പം കുറെ പേര് പറയുന്നുണ്ട്, ബട്ട് ഓൾ ലൈവ്സ് മാറ്റർ, എല്ലാവരെയും. ബട്ട് ദ തിങ് റൈറ്റ് നൗ ഇസ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ബിക്കോസ് ദ എംഫസിസ് ഷുഡ് ബി ഗിവൺ ടു ദ ബ്ലാക്ക് പീപ്പിൾ. ഇവിടെ മറ്റേ ജോർജ് ഫ്ലോയിഡിന്റെ കേസല്ലേ നടന്നത്, അത് വന്നപ്പോൾ അവിടെ എംഫസിസ് ഈസ് ഓൺ ദ ബ്ലാക്ക് മാൻ. ഇപ്പോഴും ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ സംഭവങ്ങൾ നടക്കുമ്പം എംഫസിസ് ഓൺ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ. വി ഓൾ നോ ഓൾ ലൈവ്സ് മാറ്റർ. അതുപോലെയാണ് എന്തുകൊണ്ട് എന്നാൽ പിന്നെ വി ക്യാൻ കോൾ അവർ സെൽസ് ഹ്യൂമനിസ്റ്റ്, ഫെമിനിസ്റ്റിന് പകരം. പക്ഷേ എംഫസിസ് ഷുഡ് ബി ഗിവൺ ഇൻ ടു ദ ഫെമിനിസ്റ്റ് തിങ്. ലൈക്ക് കാരണം സ്ത്രീകളാണ് ഇപ്പോഴും ഒരുപാട് പേര് എഡ്യൂക്കേഷൻ കിട്ടാണ്ടും ഒക്കെ നടക്കുന്നത്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, പണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട്, ഈ ഈക്വലിസ്റ്റ് ആ ഐഡിയോളജി ആണെങ്കിൽ എന്തിനാ ഫെമിനിസ്റ്റ് എന്ന ടേം വരുന്നത്? ഈക്വലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിടെ കുത്തിയല്ലേ, ഞാനല്ലത് പറഞ്ഞത്. പക്ഷെ അതിലല്ലല്ലോ കാര്യം, പറഞ്ഞത് നമ്മുടെ സ്വഭാവം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഈക്വലിസ്റ്റ് ആയാലും ഫെമിനിസ്റ്റ് ആയാലും ഐഡിയോളജിയാണ്. അതെ, ഞാൻ ആർക്കും മുകളിലല്ല എന്ന്, അതായത് പുരുഷൻ സ്ത്രീക്ക് മുകളിലല്ല, സ്ത്രീ പുരുഷന് മുകളിലല്ല, ഈക്വൽ. അതാണ് ശരിക്കുമുള്ള ഫെമിനിസം. പലരും പല രീതിയിൽ പെർസ്പെക്റ്റീവ്സ് പറയുന്നുണ്ട്. ഞാനൊക്കെ വളരെ പ്രിവിലേജ് സ്പേസിൽ സംസാരിക്കണം, അതാ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും പല പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരുമ്പോൾ റോങ് അതായത് ഇപ്പം സമൂഹത്തിൽ സ്ത്രീക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ, അതായത് ഫെമിനിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊണ്ടുവന്നാൽ ഓക്കെ നിങ്ങൾ പറയാന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന് തുടങ്ങണേ ഉള്ളൂ. അതുവരെ ഫെമിനിസ്റ്റ് ഒന്ന് പോയേ എന്നുള്ള ഇതിൽ നിന്ന് ഓക്കെ നിങ്ങൾ പറയാൻ കേൾക്കാൻ തയ്യാറാണ്. അപ്പം പലരും പല പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരുമ്പോൾ ദേ ആർ ബ്രിങ്ങിങ് ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരാണ് ആളുകളുടെ ഇടയിൽ. പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര കൊച്ചമ്മമാരെ നടക്കുന്ന ആളുകളെയൊക്കെ, അതായത് എന്തോ തെറ്റാണ്, അതായത് അങ്ങനെ കൊച്ചമ്മ എന്നുള്ള പേരൊക്കെ കൊടുത്ത് എന്തെങ്കിലും കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആളുകളെ വളരെ റോങ് ആയിട്ടാണ് അവരെ എപ്പോഴും പണ്ടത്തെ സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ജനറേഷൻകാർക്കൊക്കെ അത് തെറ്റാണ് എന്നുള്ളൊരു മനസ്സാണ് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാം ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോട് അവർക്ക് ആ ഒരു ഓഡ് ഫീലിംഗ് ഉള്ളത് ഇതുകൊണ്ടാണെന്നാണ് എനിക്ക്. ക്ലബ്ബിൽ പോകുന്ന സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുന്ന പട്ടിക്കുട്ടിയുള്ള വലിയ പൊട്ടുള്ള. അതുപോലെ തന്നെയാണ് നിന്റെ ഇവൻ പറഞ്ഞതാ, ഇവൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ബസ്സിൽ എന്തോ വെച്ച്, എനിക്ക് അറിയത്തില്ല, ഒരു സംശയമാണ്, ബസ്സിൽ എന്തോ വെച്ച് ആരോ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഇതുപോലെ 3-4 ദിവസത്തേക്ക് ഭയങ്കര സ്റ്റണ്ടായിപ്പോയി. അത് ശരിക്കും അത് അങ്ങനെ. അപ്പം എന്നെ ഒരാൾ കയറി പിടിച്ച്, നമ്മളെ ട്രെയിനിൽ വെച്ച് ഒരു ട്രാൻസ്ജെൻഡർ ഒരാൾ വന്ന് കയറി പിടിച്ചായിരുന്നു. പക്ഷെ എനിക്കത് പ്രശ്നമൊന്നുമില്ല. നമ്മളപ്പോഴേ അപ്പോൾ മുതലേ അത് കോമഡി പറഞ്ഞ് ചിരിക്കുക. കുറേ സ്ഥലത്ത് അതേ സ്റ്റോറി പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടിക്ക് അത് പറ്റുന്നില്ല. ശരിക്കും അത് അവരുടെ മൈൻഡ് സെറ്റ് മാറാത്തതും കൊണ്ടല്ലേ ശരിക്കും. അല്ല, പെൺകുട്ടിക്ക് അതാ പറഞ്ഞ ഒരു സ്റ്റിഗ്മ, അതായത് നമ്മൾ എന്തോ ഭയങ്കര അവിടെ പിടിക്കാൻ, എന്തോ എന്റെ ശരീരം എനിക്ക് അങ്ങനെ സംഭവിച്ചത്, എന്റെ പേര്, എന്റെ മഹിമ, എന്റെ തറവാടുത്ത്, എന്റെ ഇതെല്ലാം എന്റെ ഉള്ളിലാണ്. അതായത് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് എന്റെ വീടിന്റെ. പിടിച്ചതിനെ സപ്പോർട്ട് ചെയ്യല്ല, അല്ല മനസ്സിലായി, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു അറിയല്ല. വാട്ട് വി ആർ സേയിങ് ഹിയർ ഈസ് പുള്ളിക്കാരി അപ്പൊ റിയാക്ട് ചെയ്യണമായിരുന്നു. അതിന് പകരം പുള്ളിക്കാരി അത് വച്ചോണ്ട് 3 ദിവസം എന്നെ ഇപ്പൊ കയറി ബസ്സിലേക്ക് കയറി പിടിച്ചാൽ എനിക്ക് അപ്പോൾ എന്തെങ്കിലും ദേഷ്യം വരും. പിന്നെ ഞാൻ 3-4 ദിവസത്തേക്ക് നമ്മൾ വിഷമിക്കുമോ? ഞാൻ പറയണ പുള്ളിക്കാരി അത് റിയാക്ട് ചെയ്യാതിരുന്ന ഒരു ഫാക്ടറാ പറയണേ. ഇപ്പൊ കുഞ്ഞിലെ ഒരു 16 വയസ്സിലൊക്കെ ബസ്സിലൊക്കെ ഇതുപോലെ ആരെങ്കിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഞാനും അയ്യോ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് എത്തിയിരുന്നെങ്കിൽ ഇറങ്ങി പോവായിരുന്നു എന്ന് വിചാരിച്ചേനെ. ഇന്നാണ് ഞാൻ അപ്പൊ തന്നെ അയാളുടെ കറകുട്ടി കയറാൻ പൊട്ടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ഒരാള്, ഞാൻ പറവൂര് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഞാൻ രാത്രി ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ നടന്നിങ്ങനെ പോകുമ്പോൾ അവനിങ്ങനെ കമൻറ്റ് പാസ് ചെയ്തു. ഞാനിങ്ങനെ നടന്ന് പോയി 2-3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കതിങ്ങനെ ബ്രെയിനിലേക്ക് എത്തിയത് എന്താ പറഞ്ഞതെന്ന്, നടന്ന് പാസ് ചെയ്ത് പോയപ്പോൾ
അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ എണ്ണം കരം കൂടി കൊടുത്തു. അപ്പം പുറകെ വന്നവരൊക്കെ കൂടി അവനെ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു മതി ചേട്ടാ ഞാൻ കൊടുത്തു, കാരണം അവരെ കൊല്ലാൻ തുടങ്ങിയവര്. അപ്പം മതി ചേട്ടാ ഞാൻ കൊടുത്തു. എൻ്റെ അനിയൻ്റെ പ്രായമുള്ളൊരു ചെറിയ ചെറുക്കൻ. അതെ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നും. ഇത് എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ. ഈ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് പെമ്പിള്ളേർക്ക് മിക്കപ്പോഴും റിയാക്ട് ചെയ്യാം. അതിപ്പോൾ പല ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കൂടാ. ഇപ്പം അവർക്ക് ഇപ്പം പെട്ടെന്ന് ആ ഒരു ഇത് ഇൻസ്റ്റന്റിലൊന്നും ചെയ്യാൻ പറ്റി കാണൂല. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പം പിന്നെ അത് മാത്രമല്ല, പെയിനിന്റെ കേസൊക്കെ ഉണ്ടല്ലോ. പിടി എന്നൊക്കെ പറഞ്ഞാൽ 1.5 പിടിയാണ് മോനെ. ചുമ്മാ ഇങ്ങനെ തുടരണമൊന്നുമല്ല, ഇങ്ങനെ അതൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനെ എന്റെ ബോഡിയിൽ ഒരു തൊട്ടത് അല്ല, മാനസികമായിട്ട് വന്ന വിഷമങ്ങൾ വേറെ, നമ്മളെ affect ചെയ്യുന്നത് വേറെ. അതിപ്പം അങ്ങനെ ഉണ്ടാവുന്ന മാനസിക വിഷമങ്ങൾ, ഇപ്പൊ ഒരാൾ അങ്ങനെ തൊട്ടത് നമ്മളെ മാനസികമായിട്ട് വളരെ നമ്മളെ സ്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇഷ്ടപ്പെട്ട ആൾ പോലും അത് തൊടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോകും നമ്മുടെ മനസ്സിൽ. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മാനസികമായ വിഷമങ്ങൾ വേറെ, റിയാക്ട് ചെയ്യുന്നത് വേറെ. അതാ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് എൻ്റെ ശരീരവും എൻ്റെ മാനവും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ തറവാടിൻ്റെ മഹിമയുടെ അവിടേക്കൊക്കെ പോവാണ്. ലൈക്ക് ഒരു ജീവിതം, ഒരു കൊമ്പടി നടന്നു പോകുമ്പോൾ കൊമ്പടിഞ്ഞ് വീണാൽ തീർന്ന ഒരു ജീവിതത്തിന് സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും ഒരു ബാഗേജാണ് ഒരു സ്ത്രീക്ക് തന്നത് സമൂഹം. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നിക്കുന്നത് ആളുകളുടെ സമൂഹത്തിലെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് എന്നുള്ളത് മെയിൽ ഹേറ്റേഴ്സ് ആണ്. അതിനൊരു ടേം ഉണ്ട്, മിസാൻഡ്രി. മിസാൻഡ്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹേറ്റേഴ്സിനെ മിസാൻഡ്രിസ്റ്റ് എന്നാണ് വിളിക്കണത്, ഫെമിനിസ്റ്റ് എന്നല്ല. ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ ഈക്വാലിറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന് ഒരുപാട് ലൈക്ക് എന്താ പറയുക, ആണുങ്ങൾക്ക് ഇതെങ്ങനെ ബെനിഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വലായി കാണാൻ അച്ഛനമ്മ പഠിച്ചാൽ ആ ആൺകുട്ടിക്ക് ഒരുപാട് സമൂഹം കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിന്റെ പെങ്ങളെ കെട്ടിക്കേണ്ടത് നീയാണ്, അച്ഛനമ്മയ്ക്ക് സാമ്പത്തികമായിട്ടൊന്നും അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ കെട്ടിക്കേണ്ടത് നീയാണ്, നീ വീട് പണിയേണ്ടത് നീയാണ്. അങ്ങനെ ഒരുപാട് ഒരു കാര്യങ്ങൾ ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കരയാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ആ മോൾക്കും മോനും ഒരേപോലെ ഈക്വലായിട്ട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ, നീ കല്യാണം കഴിച്ചോണെങ്കിൽ അതിനുള്ള നീയും കൂടിയും കൊണ്ടുവരണം ജോലി ചെയ്ത്. അല്ലാണ്ട് കല്യാണം കഴിയുമ്പോൾ നീ പഠിച്ചു കഴിയുമ്പോൾ നീ കല്യാണം കഴിച്ച് പോകണം എന്നുള്ളത് മാറ്റി അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാമാണ് ഫെമിനിസത്തിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് ടോക്സിക് മാസ്കുലിനിറ്റിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് സംസാരിച്ചില്ലേ? താങ്ക് യു. ഇനി ഇതിലും വലിയൊരു ഡെഫിനിഷൻ ഇല്ല. അത് ഞാനും ഇപ്പൊ പഠിക്കുന്ന ആളാണ്. ഇതിൽ ഞാൻ എന്തൊക്കെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനിയും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫെമിനിസത്തിനെ കുറിച്ച് പഠിച്ച ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ അറിവുണ്ടാവും. ചിലപ്പോൾ അന്ന് വിചാരിച്ച കാര്യങ്ങളിൽ പലതും മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ നാളെ ഞാൻ മനസ്സിലാക്കും. ഇന്നത്തെ എൻ്റെ ഒരു വേർഷനാണിത്. ഇലക്ഷനാണ് വിറ്റ് ഇവിടെ എല്ലാം സുരേഷ, കെ സുരേഷ്, എം കെ സുരേഷ്, ടി സുരേഷ്, സുരേഷ് കുമാർ. പെണ്ണിന്റെ പേരിലുണ്ട് എന്തോ സ്വാതി സുരേഷ്. എന്നിട്ട് അവസാനം ആരാന്ന് ചോദിച്ചാൽ ഏതൊരു സുരേഷ് അല്ലല്ല, സുരേഷ് അല്ല ജയിച്ചത്. സുരേഷ് അല്ല ജയിച്ചല്ലേ? എല്ലാരും തോപ്പിച്ചോണ്ട് എല്ലാ സുരേഷിനും തോപ്പിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയി. എല്ലാ സുരേഷ് സുരേഷ് ശരിക്കും എല്ലാം സുരേഷാ, എല്ലാ പാർട്ടിയിലും ഒരു സുരേഷ്. അതൊരു ട്രോൾ ഉണ്ടായിരുന്നു. BJP-കാർക്ക് വിഷമാവര് ഞാൻ പറയുമ്പോൾ BJP-ക്ക് വോട്ട് കൊടുക്കുക, കാരണം അതിലാകുമ്പോൾ ആരും കുത്തൂലല്ലോ, കൊറോണ വരില്ല. കൊറോണ. അയ്യോ, പക്ഷെ ശരിക്കും ആ ഒരു സിസ്റ്റം വേണ്ട. ശരിക്കും നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ നിൽക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും? അതെ, ഇതിപ്പോ എന്റെ കാര്യം അങ്ങനെയാണ്. പക്ഷെ അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും കൂടുതലും. പോസ്റ്ററിൽ കാണാൻ ഭംഗിയുള്ള ഇപ്പൊ മറ്റേ സുരേഷ് കുമാറിനെ ഞാൻ വിചാരിച്ച അയാൾക്കാ കിട്ടുന്നതെന്ന്. കാരണം നല്ല പോസ്റ്റർ ആയിരുന്നു, നല്ല വോട്ട് കൊടുക്കാൻ തോന്നും. അതെ, അയാൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആലപ്പുഴ MP ആയിരുന്ന വേണുഗോപാല് കണ്ട വോട്ട് ചെയ്യാൻ തോന്നും. ഞാൻ വോട്ട് കൊടുക്കണം. ഏതാ പാരഡി? ഏറ്റവും പാരഡി അടിപൊളി. ആ മറ്റേ ഒരു ഇൻസ്റ്റാഗ്രാമർ ഇട്ടിരുന്നു, 10ാം വാർഡില് വികസന റോക്കറ്റ് പോലെ. അതിനേക്കാളും വിറ്റാണ് എന്തത് ജെറ്റ്ലിയോ എന്താ സ്റ്റാൻലി. അയ്യോ പണി പാടില്ലോ, സ്റ്റാൻലി വന്നല്ലോ. സ്റ്റാൻലി കുറച്ച് പ്രായമുള്ള മനുഷ്യരാ, അയാളുടെ പാട്ടാണ്. കഥ തിരക്ക്. ആരാ? ഞാനാ സ്റ്റാൻലി. എന്താ വോട്ട് പിടിക്കാൻ? അത് നമ്മളുണ്ടാക്കിയതാണ്. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും സ്റ്റാൻലിയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു ശ്രീകാര്യത്ത്. ആണല്ലേ? പ്ലഗ് ചെയ്തോ? എവിടെയോ റാംബ്ലിംഗ് മോൾസിനെ കേൾക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഓഡിയൻസിന്? സ്പോട്ടിഫൈയിലാണോ കേൾക്കാൻ പറ്റുന്നത്?
എല്ലാ ആപ്പിൾ പോഡ്കാസ്റ്റില്, സ്പോട്ടിഫൈയില്, ഓവർകാസ്റ്റില്, ആങ്കറില്, അതെ. എവിടെയൊക്കെ ഓഡിയോ റാംബ്ലിംഗ് മോളൂസ് വിത്ത് 5E സെർച്ച് ചെയ്താൽ റാംബ്ലിംഗ് ലിങ്ക് താഴെ കൊടുത്തേക്കല്ലേ. ശരിക്കും മോളും അല്ല പക്ഷെ പെട്ടെന്ന് തീർന്നു, മോളസ്. പെട്ടെന്ന് തീർന്നു. പക്ഷെ ഞാൻ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. ഇനി അടുത്ത ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗസ്റ്റിനെ കൊണ്ടുവരുമോ? സൂപ്പർ ആയിരിക്കും. ആയിരിക്കും വിചാരിക്കണു. ഇല്ലെങ്കിൽ ഞാനും ഗസ്റ്റും മറ്റേ ക്രിക്കറ്റിന്റെ സൗണ്ട് ഒക്കെ അടിക്കും. ടു ടു ടു. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ റെഡി ആവുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡും ഇങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ ഒത്തിരി ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല, സംസാരിക്കും ചിലപ്പോ ഒന്നും തോന്നില്ല. പക്ഷെ ഞാൻ 3 എപ്പിസോഡിലോ ഞാൻ പറഞ്ഞു. ഇതിപ്പോ എത്ര എപ്പിസോഡ്? 10, 9? നിങ്ങൾ 8 8 റിലീസ് ചെയ്തല്ലോ. അൺറിലീസ്ഡ് കുറെ സാധനങ്ങളുണ്ട്. ഇടയ്ക്ക് വെച്ച് ക്യാമറ ഓഫ് ആയി പോകും. അയ്യോ, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. എപ്പോഴും ബാക്ക് നിർത്തിക്കണം. ഇങ്ങനെ ഒരാളില്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ഇത് ഓഫായി പോയി കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ തന്നെ ഗോപ്രോ ഓഫായി കഴിഞ്ഞത്. ഓക്കെ, അപ്പം എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ശുഭരാത്രി. ഇല്ല, മറ്റേ പുള്ളിയുടെ ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. സൂപ്പർ